ഓക്കെ, അപ്പം ഓഡിയോ വീഡിയോ ഒന്നും കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ നീറ്റ് എക്സാമാണ്. നീറ്റ് എക്സാമിന് മുമ്പ് നമ്മൾ കലാശക്കൂട്ടെന്നും പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാണ്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണ്? നമ്മുടെ ഇന്നത്തെ സെഷനാണ് ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് അല്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ മുമ്പ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഇൻ 1 ഡയമെൻഷനും മോഷൻ ഇൻ 2 ഡയമെൻഷനും രണ്ട് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് അല്ല. മോഷൻ ഇൻ 1 ഡയമെൻഷൻ്റെ കണ്ടിന്യൂഷനാണ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. മോഷൻ ഇൻ 2 ഡയമെൻഷൻ്റെ കണ്ടിന്യൂഷനാണ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ തുടങ്ങി ഗ്രാവിറ്റേഷൻ എത്തുന്നവരെ മൊത്തം മെക്കാനിക്സ് ആണ്, മൊത്തം ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, പിന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഓസിലേഷൻസ്, വേവ്സ്, അതെല്ലാം മെക്കാനിക്സ് തന്നെയാണ്. പക്ഷേ അപ് ടു ഗ്രാവിറ്റേഷൻ ഇറ്റ് ഇസ് കോൾഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആസ് സച്ച് എല്ലാ ചാപ്റ്ററും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്റർ പ്രോപ്പറിലോട്ട് വരാം. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ഡോപ്പയുടെ റിപ്പീറ്റർ 2022 ബാച്ച് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നാളെയാണ് നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇവിടുന്ന് കണ്ടുമുട്ടാൻ പോകുന്ന സ്ഥലം, ഇനി ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ കാര്യങ്ങൾ അറിയിക്കുക. നാളെയാണ് നമ്മുടെ ഡോപ്പയുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് തുടങ്ങുന്നത്. മാത്രമല്ല നമ്മുടെ ഈ 1 മന്ത് ഫ്രീ ട്രയൽ ഉണ്ട് നമുക്ക്. ഇപ്പം നമ്മുടെ നീറ്റ് ഇപ്പോൾ സെപ്റ്റംബറിനല്ലേ, അപ്പം ആ നീറ്റ് വരെ നമുക്ക് 1 മന്ത് ഫ്രീ ട്രയൽ ഉണ്ട്. ആ ട്രയൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഡോപ്പയുടെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എന്തെടുത്താൽ ചെയ്താൽ മതി, ഡോപ്പ എൻറോൾ ചെയ്താൽ മതി. നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് വന്ന് എൻറോൾ ചെയ്യണം നമ്മൾ പറയുന്നില്ല. ഓക്കെ, സോ +2 റിസൾട്ട്സ് എല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ +2 റിസൾട്ട്സിൻ്റെ മാർക്സിൻ്റെ ബേസിസിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയൻ ഗ്രേഡിംഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട്, ഫീൽ ഫ്രീ ടു കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ഓക്കെ ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ചാപ്റ്റർ പ്രോപ്പറിൽ തുടങ്ങാം. നമുക്ക് ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് തുടങ്ങാം അല്ലേ. ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് തുടങ്ങാം. അപ്പം ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മുതൽ എന്ത് വരെയാണ്? മോഷൻ ഇൻ 1 ഡയമെൻഷൻ അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് മുതൽ ഗ്രാവിറ്റേഷൻ വരെ വരുന്ന ചാപ്റ്റേഴ്സാണ് മോഷൻ ഇൻ 1 ഡയമെൻഷൻ. ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ബേസിക്കലി ഓൾറെഡി നിങ്ങൾ തിയറി വെച്ച് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. എനിക്ക് കഴിഞ്ഞ കുറച്ച് ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, തിയറി വൈസ് യു ഗൈസ് ആർ വെരി മച്ച് സ്ട്രോങ്. ഓക്കെ, അപ്പം അതിൽ ഇനിയും വീണ്ടും നമ്മൾ തിയറി ഷാർപ്പൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു പോകുന്ന ഒരാൾക്കും അല്ല എൻട്രൻസ് കിട്ടുക. ഓക്കെ, നമ്മൾ പഠിച്ച വാട്ട് എവർ യു ഹാവ് സ്റ്റഡീഡ് യു നീഡ് ടു നോ ഹൗ ടു അപ്ലൈ ദാറ്റ് ഇൻ ദി എക്സാം. ഓക്കെ, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് എക്സാമിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പം, അപ്പോൾ മെക്കാനിക്സിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എൻട്രൻസിനാണെങ്കിലും ലെറ്റ് ഇറ്റ് ബി ദി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസ് ഓർ ദി മെഡിക്കൽ എൻട്രൻസ് എക്സാംസ്, മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഹൈ യീൽഡിംഗ് ടോപ്പിക് ആണല്ലേ. മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, പല ചാപ്റ്ററുകളിൽ നിന്നുള്ള കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മെക്കാനിക്സിലെ കുറച്ച് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, തിയറി വേണ്ട, തിയറി എടുക്കുന്നില്ല. തിയറി എനിക്ക് മനസ്സിലായി, തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് തിയറി പഠിക്കുന്ന ഒരാൾക്കല്ല എൻട്രൻസ് കിട്ടുക. നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് 100 ഇക്വേഷൻ പഠിച്ച ഒരാളുണ്ടാവും, 10 ഇക്വേഷൻ പഠിച്ച മറ്റൊരാളുണ്ടാവും. ആ 10 ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയുന്ന ആൾക്കാണ് എൻട്രൻസ് കിട്ടുക. ഓക്കെ, ആ 10 ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയുന്ന ആൾക്കാണ് എൻട്രൻസ് കിട്ടുക. സോ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനകത്ത് വരുമ്പം റെലവൻറ്റ് തിയറി നമ്മൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അതിനു മുമ്പ് മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, വളരെ സിമ്പിളായിട്ടുള്ള, അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അറ്റ് എനി പോയിന്റ് യു ഫീൽ അൺകംഫർട്ടബിൾ, അറ്റ് എനി പോയിന്റ് ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദി
not getting what I am discussing. Okay, അപ്പം feel free to interrupt me, ask your doubt. Okay, because നമ്മൾ ഏറ്റവും ബേസിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ ചാറ്റ് ബോക്സിൽ പറയാം, നമുക്ക് അത് ക്ലിയർ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, കാരണം ഇന്ന് ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് പുതിയതായിട്ട് ഞാൻ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. ഇതുവരെ നിങ്ങൾ പഠിച്ചത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് പക്ഷേ എന്താ പറയുക, നമ്മുടെ IIT ലെവൽ ക്വസ്റ്റ്യൻസും ആയിരിക്കില്ല. IIT ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എഴുതിയ വർഷം IIT ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഒബ്ജക്റ്റ്, ഒരു കാറ് ഇങ്ങനെ പോകുന്നുണ്ട്, കാറ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാറിൽ നിന്ന് ഒരു പ്രൊജക്ടൈൽ ഫയർ ചെയ്തു. പ്രൊജക്ടൈലിൻ്റെ ഇൻക്ലിനേഷനൊക്കെ തന്നിട്ടുണ്ട്. ആ ഇൻക്ലിനേഷൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു ഒബ്ജക്റ്റ് ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിനകത്ത് ഇത്രക്ക് സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളൊരു ലിക്വിഡ് ഉണ്ട്. അപ്പം ഈ കല്ല് വന്നിട്ട് ആ ബീക്കറിനകത്ത് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് എനർജി എന്തായിരിക്കും? അത് നിങ്ങൾ നോക്കുക. അതിൽ മോഷൻ ഇൻ 1 ഡയമെൻഷൻ ഉണ്ട്, മോഷൻ ഇൻ 2 ഡയമെൻഷൻ ഉണ്ട്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഉണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പക്ഷേ അത്രക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ ചോദിക്കില്ല? നമുക്ക് മെഡിക്കൽ എൻട്രൻസിന് ചോദിക്കില്ല. മെഡിക്കൽ എൻട്രൻസിന് എന്താ പറയുക, നമ്മുടെ നോർമൽ ഇതിൽ നിന്ന് കുറച്ച് ലോജിക്കലി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് സം ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. നമ്മുടെ ലോജിക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെഡിക്കൽ എൻട്രൻസിന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's begin. So ഞാൻ തുടങ്ങട്ടെ. Shall I begin? Once again I repeat that if you feel uncomfortable, if you feel you are not getting what I am discussing here, feel free to interrupt me and ask your doubts. Okay, so shall I start? Okay, so let's begin. First question. Two blocks of equal mass are tied with a light string which passes over a massless pulley as shown in figure. The magnitude of acceleration of center of mass of both of the blocks is. Okay, so first question idana. Two blocks of equal mass are tied with a light string which passes over a massless pulley as shown in figure. The magnitude of acceleration of center of mass of both of the blocks is. That's the first question. Okay, so നമ്മൾ ഡിസ്കഷൻ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇത് ഒരു പ്ലാങ്ക് ഉണ്ട്. പ്ലാങ്കിൻ്റെ ഒരു ആംഗിൾ ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, മറ്റേ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെ മാസ് ഈക്വൽ ആണെന്ന് അവർ പറയുന്നുണ്ട്. രണ്ടിൻ്റെ മാസ് എത്രയാണ്? M ആണ്. ഓക്കെ, രണ്ടിൻ്റെ മാസ് M ആണ്. അവർ ചോദിച്ചിട്ടുള്ളത് എന്താ? ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോത്ത് ദ ബ്ലോക്സ് ഈസ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോത്ത് ദ ബ്ലോക്സ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കാണാം. അപ്പോൾ ഇത് ലോസ് ഓഫ് മോഷൻ നമുക്ക് ടിപ്പിക്കലി വരുന്ന ടൈപ്പ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് എങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാലും വി നോ ദാറ്റ് ആക്സലറേഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, സോ പലരും G/2 എന്ന് ആൻസർ പറയുന്നുണ്ട്, പലരും G/2 എന്ന് ആൻസർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം G/2 ആണോ ആൻസർ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആക്സലറേഷൻ ഈസ് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് നമുക്കറിയാം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും M ആണ്, ബട്ട് ദിസ് ആംഗിൾ ഈസ് മോർ. അപ്പം ഇതിന് ഇങ്ങോട്ടൊരു mg sin 60 ഉണ്ടാവും, ശരിയല്ലേ? ഇതിന് താഴോട്ടൊരു mg sin 60 ഉണ്ടാവും. സിമിലർലി ഇതിന് ഇങ്ങോട്ടൊരു mg sin 30 ഉണ്ടാവും. ഓക്കെ, ഇതിന് ഇങ്ങോട്ടൊരു mg sin 30 ഉണ്ടാവും. ഈ sin 60 എങ്ങനെയായത്, sin 30 എങ്ങനെയായത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് യു ക്യാൻ ആസ്ക് മീ, ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിന് ഇങ്ങോട്ട് താഴോട്ടൊരു mg sin 60 ഉണ്ട്, ഇതിന് ഇങ്ങോട്ടൊരു mg sin 30 ഉണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? mg sin 60 ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ mg sin 30. കാരണം sin 60 ആണ് sin 30നേക്കാളും വലിയ വാല്യൂ. അപ്പോൾ mg sin 60 വിൽ ബി ഗ്രേറ്റർ ദാൻ mg sin 30. സോ ദ നെറ്റ് മോഷൻ വിൽ ബി ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. സോ ദി നെറ്റ് ഫോഴ്സ് ഹിയർ ഈസ് mg sin 60 minus
mg sin 30 divided by മൊത്തം ടോട്ടൽ മാസ് എത്രയാണ്? ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, ഡിവൈഡഡ് ബൈ 2m. നൗ അറിയില്ല എന്ന് പറയുന്നുണ്ട് പലരും. ഓക്കെ, ഞാൻ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മൾ ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. സപ്പോസ് ദിസ് ഈസ് എ പ്ലാങ്ക്. പ്ലാങ്ക് കുറച്ച് ചെരിഞ്ഞു പോയി, നമുക്ക് മര്യാദയ്ക്കുള്ളൊരു പ്ലാങ്ക് വരയ്ക്കാം. സപ്പോസ് ഇതാണൊരു പ്ലാങ്ക് എന്ന് വിചാരിക്കാം. ഞാൻ സിമ്പിളായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എഡ്ജഡ് പ്ലാങ്ക് ആണ്. രണ്ട് ഭാഗത്ത് ആംഗിൾ തന്നിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് സിംഗിൾ എഡ്ജ് ആയിട്ടുള്ളൊരു പ്ലാങ്ക് വരയ്ക്കുകയാണ്. സോ സപ്പോസ് ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. അല്ലെങ്കിൽ സപ്പോസ് ദാറ്റ് ആംഗിൾ ബി തീറ്റ. Suppose this angle is theta. Okay. Suppose this angle is theta. ഞാനിവിടെ ഒരു മാസ് m വെച്ചു. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ആക്കിഫ് ലോസ് ഓഫ് മോഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഫോർ എനി സിസ്റ്റം നമുക്ക് ആക്സിലറേഷൻ കാണാൻ വേണ്ടിയിട്ട് നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ചെയ്താൽ മതി. ഓക്കെ, അതും അറിയില്ലെങ്കിൽ നമുക്ക് മൊത്തം ബേസിക്കായിട്ട് പറയാം. ഒരു കുഴപ്പമില്ല, നമുക്ക് മൊത്തം ബേസിക്കായിട്ട് പറയാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ, മൊത്തം തുടക്കം മുതൽ പറഞ്ഞുതരാം. ഓക്കെ, സോ സപ്പോസ് ദിസ് ഇസ് ദി വെഡ്ജ്, സപ്പോസ് ദിസ് ഇസ് ദി പ്ലാങ്ക്. സോ ഇഫ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് ഇങ്ങോട്ട് നേരെ താഴോട്ട് എന്തുണ്ടാവും? ഇതിൻ്റെ mg ഉണ്ടാവും. ശരിയല്ലേ? ഇതിൻ്റെ mg ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിന് നേരെ താഴോട്ട് mg ഉണ്ടാവും. ഓക്കെ, സോ ഇഫ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഐ വിൽ സേ ദാറ്റ് ദിസ് ആംഗിൾ ഇസ് ഓൾസോ തീറ്റ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഞാൻ പറയും ഈ ആംഗിളും തീറ്റയാണെന്ന്. കാരണം എന്താ? ബിക്കോസ് ഇഫ് ടു ലൈൻസ് മേക്ക് ആൻ ആംഗിൾ ഓഫ് തീറ്റ, then their perpendiculars will also make an angle of theta. രണ്ട് ലൈൻസ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവരുടെ പെർപെൻഡിക്കുലേഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. സോ ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ്. സോ ഐ വിൽ കോൾ ദിസ് as line A, this as line B. So A is perpendicular to this one. ശരിയല്ലേ? A is perpendicular to this one and B is perpendicular to this line. So if two lines subtend an angle of theta, then their perpendiculars will also subtend an angle of theta. ഓക്കെ, സോ ഇത് mg ആണ്. അപ്പം ഇത് തീറ്റ ആണെങ്കിൽ ദിസ് കോമ്പണൻറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി mg cos theta. സിമിലർലി ദിസ് കോമ്പണൻറ്റ് വിൽ ബി mg sin theta. അപ്പോൾ ഓക്കെ, ഫറീം പറയുന്നുണ്ട് ദിസ് ഈസ് നോട്ട് ദി കറക്റ്റ് place to explain this. Actually അത് കറക്റ്റാണ്. this is not the correct place to explain this because we are about to face the NEET. കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാങ്ക് ഉണ്ട്. ഈ പ്ലാങ്കിനെ ഏതൊരു പ്ലാങ്കും നമ്മളൊരു വെഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ മോഷനെ സഹായിക്കുന്ന component will be mg sin theta and the normal reaction will be mg cos theta. Okay, normal reaction will be mg cos theta. ക്ലിയർ അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ സാധനം ഇവിടെ mg sin 60. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കോസ് ചെയ്തത്? കോസ് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും കോസ് ചെയ്തത്. ഫോർ സപ്പോസ് കോസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടായിരിക്കും mg cos 60. സിമിലർലി ഇങ്ങോട്ടായിരിക്കും mg cos 30. നൗ ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ ഇത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാങ്കും, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലാങ്കും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്ലാങ്ക് വിത്ത് ആൻ ആംഗിൾ തീറ്റ അവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് വിൽ ബി കോസ്. Force perpendicular to the surface will be cos and force acting along the wedge will be sin. Okay, force acting along the wedge will be sin. So I hope now it's clear. ഇപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് രണ്ടും എന്തായത്? sin 30 sin 60 ആയത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഈ ഒബ്ജക്റ്റിന് സപ്പോസ് ഐ എം കോളിംഗ് ദിസ് ആസ്, സപ്പോസ് ഞാനിതിനെ എ എന്ന് വിളിക്കുകയാണ്, ഞാനിതിനെ ബി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എക്ക് താഴോട്ട് എന്തുണ്ട്? ഒബ്ജക്റ്റ് എക്ക് താഴോട്ട് mg sin 60 ഉണ്ട്. ഒബ്ജക്റ്റ് ബിക്ക് താഴോട്ട് mg sin 30 ഉണ്ട്. ഓക്കെ, ബിക്ക് താഴോട്ട് mg sin 30 ഉണ്ട്. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് mg sin 60 ഉണ്ട്, ഇങ്ങോട്ട് mg sin 30 ഉണ്ട്. സോ mg sin 60 മൈനസ് mg sin 30 ആണ് എന്ത്? നെറ്റ് ഫോഴ്സ്. ഓക്കെ, mg sin 60 മൈനസ് mg sin 30 ആണ് നെറ്റ് ഫോഴ്സ്.
ടോട്ടൽ മാസ് എത്രയാണ് ഇവിടുത്തെ? ടോട്ടൽ മാസ് ഇസ് 2m. ടോട്ടൽ മാസ് ഇസ് 2m. സോ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പുള്ളി സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാലും ഇത് നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾക്ക് ഇത് ഇക്വേഷൻ കിട്ടുന്ന ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് എന്നുള്ള ഇക്വേഷൻ എങ്ങനെ കിട്ടുക? നമ്മൾ ആദ്യം ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കും, പിന്നെ നമ്മൾ ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കും. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് വരും. വൺ വിൽ ബി ടെൻഷൻ, വൺ വിൽ ബി ആക്സലറേഷൻ. എന്നിട്ട് നമുക്ക് ഈ രണ്ട് ബോഡിയുടെയും ഫ്രീ ബോഡി ഡയഗ്രത്തിന് ടെൻഷനും ആക്സലറേഷനും കിട്ടും. എന്നിട്ട് നമുക്ക് അത് ഈ ഇക്വേഷൻസ് തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനും മനസ്സിലാക്കാം, ആക്സലറേഷനും മനസ്സിലാക്കാം. അതാണ് കൺവെൻഷണൽ വേ. ബട്ട് ഫോർ എനി പുള്ളി സിസ്റ്റം you can use this equation. ഏത് പുള്ളി സിസ്റ്റത്തിനും നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് വീണ്ടും ലൈനിലോട്ട് വരാം, കുഴപ്പമില്ല, നമുക്ക് ലൈനിലോട്ട് വരാം, കണ്ടിന്യൂ ചെയ്യാം. സോ mg sin 60 മൈനസ് mg sin θ. mg sin 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? mg ഇൻറ്റു sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 മൈനസ് mg sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഡിവൈഡഡ് ബൈ 2m. എമ്മും പോയി. ഞാൻ ജീനെ പുറത്തെടുത്തു. അപ്പോൾ ജീനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? അതിൽ g/2നെ പുറത്തെടുത്തു. g/2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു √3 - 1 ഉണ്ടാവും, ഇവിടെ ഒരു √3 ഉണ്ടാവും, ഇവിടെ ഒരു 1 ഉണ്ടാവും. അപ്പോൾ √3 - 1 ഹോൾ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് g/4 ഇൻറ്റു √3 - 1 ആണ് എന്ത്? സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ. g/4 ഇൻറ്റു √3 - 1 ആണ് എന്ത്? സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ. സോ അണ്ണൻ പറയുന്ന പോലെ g/4 ഇൻറ്റു √3 - 1 ആണ് എന്ത്? സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ ടിൽ ടു ദ പോയിന്റ്? Is it clear till now? Yes, clear ആണ്. ഓക്കെ, അപ്പോൾ g/4 ഇൻറ്റു √3 - 1 ആണ് എന്ത്? സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ. അതാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ ആണോ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ അല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ g/4 ഇൻറ്റു √3 - 1 കിട്ടി. ഇനി സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ കാണണമെങ്കിൽ നമുക്കറിയാം x സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു m1 x1 പ്ലസ് m2 x2 അപ് ടു m2 xn ബൈ m1 പ്ലസ് m2. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ നമുക്കറിയാം m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2. സിമിലർലി സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ കാണണമെങ്കിൽ ആക്സലറേഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു acceleration vector of center of mass is equal to 1 second guys, m1a1 plus m2a2 by m1 plus m2. m1a1 by m2a2 plus by m1 plus m2. m1a1 by m plus m2a2 by m1 plus m2. ഇവിടെ m1 is equal to m2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ma1 പ്ലസ് ഇതെല്ലാം വെക്റ്റേഴ്സ് ആട്ടോ, ma2 by 2m എന്ന് എഴുതാം. അപ്പോൾ ഈ എമ്മും പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? a സെൻറ്റർ ഓഫ് മാസ് is equal to വെക്റ്റർ a1 പ്ലസ് വെക്റ്റർ a2 by 2 എന്ന് കിട്ടും. വെക്റ്റർ a1 by വെക്റ്റർ a2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വെക്റ്റർ a1 പ്ലസ് വെക്റ്റർ a2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അടുത്ത കാര്യം നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ. ഞാൻ ഈ നേരത്തെ മാർക്ക് ചെയ്തെല്ലാം ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊത്തം സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കിട്ടിയെന്ത്? entire system acceleration is g/4 into √3 - 1. Entire system acceleration is g/4 into √3 - 1. അതായത് ഈ ഒബ്ജക്റ്റ് താഴോട്ട് വരുന്ന ആക്സലറേഷൻ. സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ. ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുകയാണ്. g/4 into √3 - 1 എ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് എ താഴോട്ട് വരുന്ന ആക്സലറേഷൻ ഈസ് എ, ദാറ്റ് ഈസ് g/4 into √3 - 1. ഒബ്ജക്റ്റ് ബി മുകളിലോട്ട് പോകുന്ന ആക്സലറേഷൻ is also a, that is g/4 into √3 - 1. Now look at these two vectors. Look at these two acceleration vectors. These two vectors are perpendicular to each other. ശരിയല്ലേ? ഈ വെക്ടറും they are perpendicular to each other.
Okay, these two vectors are perpendicular to each other. Clear അല്ലേ? അപ്പം if two vectors are perpendicular to each other and the second thing is that these two vectors are equal vectors. ശരിയല്ലേ? ഈ എന്റെ ആക്സിലറേഷനും ബിന്റെ ആക്സിലറേഷനും രണ്ടും എന്താണ്? രണ്ടും g/4 × √3 - 1 ആണ്. സോ ദീസ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ വെക്ടേഴ്സ് ഓൾസോ. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. രണ്ട്, ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ്? ഈക്വൽ വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഇക്വേഷനിലോട്ട് വരികയാണ്. സോ ഇഫ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ വെക്ടേഴ്സ് ആൻഡ് ദേ ആർ ഓൾസോ പെർപെൻഡിക്കുലർ, if two vectors are equal vectors and also they are perpendicular, suppose these are those two vectors and they are perpendicular, then the resultant is given by √2a. Then the resultant is given by √2a. Okay, √2a. So a1 plus a2, a1 and a2 are perpendicular vectors, further they are also equal vectors, so I can write a1 plus a2 is equal to √2 into a. I can write a1 plus a2 is equal to √2 into a എന്ന് എഴുതാം. ശരിയല്ലേ? a1 plus a2 എനിക്ക് രണ്ടും പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്കതിന് √2a എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ അതെന്താണ്? ഈ √2ഉം 2ഉം പോവും, ബാക്കി a/√2 എന്നാവും. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ g/4 × √3 - 1 ആണ്. ഡിവൈഡഡ് ബൈ √2, അതായത് 4√2 എന്ന് വരും. ഡിവൈഡഡ് ബൈ √2. അപ്പം ദി ആക്സിലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്താണ്? g/4 × √3 - 1 ഡിവൈഡഡ് ബൈ √2, അല്ലെങ്കിൽ g × √3 - 1 ഡിവൈഡഡ് ബൈ 4√2. g × √3 - 1 ഡിവൈഡഡ് ബൈ 4√2. ക്ലിയർ ആണോ? എന്തെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാകത്തുണ്ടോ? വീണ്ടും ഐ റിപ്പീറ്റ് again and again, physics is not a subject that you should by heart. Okay, physics is not a subject that you should by heart. So ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു അതായത് ഇങ്ങനത്തെ ഒരു പ്ലാങ്കും അതിൻ്റെ ആക്സലറേഷനൊക്കെ നമ്മൾ വൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് കിട്ടൂല? ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടൂല. നമുക്കൊരിക്കലും ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടൂല. ബിക്കോസ് ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ദിസ് ഇസ് നോട്ട് എ കൺവെൻഷണൽ ക്വസ്റ്റ്യൻ. ഹിയർ ദേ ആർ ആസ്കിങ് ദി ആക്സലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സോ ഇസ് ദിസ് ക്ലിയർ ടു എവ്രി വൺ? ആർക്കെങ്കിലും ഇത് മനസ്സിലാകത്തുണ്ടോ? അതായത് 3 കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ഇവിടെ. ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ് എന്നുള്ള ഹെഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് √2 എങ്ങനെ കിട്ടിയെന്നോ? നിഹ ചോദിക്കുന്നുണ്ട് √2 എങ്ങനെ കിട്ടിയെന്ന്. √2 കിട്ടിയത് ഒന്നുമില്ലടാ. അതായത് രണ്ട് വെക്ടേഴ്സ് ഇപ്പം നോക്കുക. രണ്ട് വെക്ടേഴ്സ്, ഇതാണ് രണ്ട് ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിചാരിക്കുക. ഇത് ലെറ്റ്സ് കോൾ ബോത്ത് ഓഫ് ദം എ. ഇത് എ, ഇത് എ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം രണ്ട് പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് എന്താ? √(a² + b² + ab cos θ. ഇവിടെ തീറ്റ എത്രയായിരിക്കും? 90. സോ cos θ വിൽ ബി 0. സോ 2ab cos θ എന്നുള്ള എൻറ്റയർ ടേം വിൽ ബി 0. സോ ദ റിസൾട്ടൻ്റ് വിൽ ബി √(a² + a²) ദാറ്റ് വിൽ ബി √2a. ആ √2 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. രണ്ട് വെക്ടേഴ്സ് ഇഫ് ദേ ആർ ഈക്വൽ ആൻഡ് ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ. ടു വെക്ടേഴ്സ് they are equal and also they are perpendicular. അതുകൊണ്ടാണ് നിഹക്കുള്ള കറക്റ്റ് ആൻസർ ഫാത്തിമ ഫീദ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതന്നെയാണ് √2. ഇങ്ങനത്തെ ടൈം എടുത്ത് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ നീറ്റിന് വരും. ഈ ലെവൽ വരെ നീറ്റിന് ചോദിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്തോ? ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് മെക്കാനിക്സ്. ദിസ് ഇസ് ഹൗ യു കണക്ട് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഓഫ് മെക്കാനിക്സ്. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തു? ഇവിടെ നോക്കുക. ഫസ്റ്റ് ഇത് നമ്മൾ ലോസ് ഓഫ് മോഷനിലെ കോൺസെപ്റ്റാണ് അല്ലേ? ഇത് നമ്മുടെ ലോസ് ഓഫ് മോഷൻ്റെ കോൺസെപ്റ്റാണ്. ശരിയല്ലേ? ഇവിടെ അപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്തു. രണ്ട്, ഇത് നമ്മുടെ റൊട്ടേഷണൽ മോഷനിലെ കോൺസെപ്റ്റാണ്. അവിടുന്ന് നമ്മൾ യൂസ് ചെയ്തു. ഇത് നമ്മുടെ 2Dയിലെ കോൺസെപ്റ്റാണ്. വെക്റ്റർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. കണ്ടോ? അൻസിൽ പറയുന്നുണ്ട് ഫോർമുലാസ് വേണമെന്നില്ല, നമുക്ക് ഒരു ഫോർമുലാസും വേണ്ട, നമുക്ക് എന്ത് മാത്രം മതി? കോൺസെപ്റ്റ്സ് മാത്രം മതി. അപ്പോൾ നോക്കുക, നമ്മളിവിടെ എന്തൊക്കെ യൂസ് ചെയ്തു? നമ്മൾ ലോസ് ഓഫ് മോഷനിലെ ഇത് യൂസ് ചെയ്തു, റൊട്ടേഷണൽ മോഷനിലെ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തു, മോഷൻ ഇൻ 2 ഡയമെൻഷനിലെ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തു. സോ ഇതിൻ്റെ PDF ഗ്രൂപ്പിലിടാനോ? PDF അല്ല, ഞാൻ ഗ്രൂപ്പിലിട്ടാം. അതെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഫസ്റ്റ് യു കോൺസെൻട്രേറ്റ് ഹിയർ. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, PDF എല്ലാം ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ,
സോ ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണോ? If it's like that, we can move to the next one. If it's like that, we can move to the next one. സോ ഞാൻ പറയാം, ഇതൊരു ടഫ് ക്വസ്റ്റൻ അല്ല. ചിലർ ചോദിക്കുന്നുണ്ട് നീറ്റ് എക്സാമിന് കഴിയുന്നവരെ അത് നമുക്ക് ലൈവ് ഇനിയും സെഷൻസ് വെക്കാം. ഓക്കെ, അത് നമുക്ക് സെഷൻസ് വെക്കാം. ചിലർ ചോദിക്കുന്നുണ്ട് നീറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കാം. കാരണം ഇതൊരു IIT ലെവൽ ക്വസ്റ്റൻ അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് അറിയാവുന്ന 3 ചാപ്റ്ററിലെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ, അത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ഓക്കെയാണ്. ഐ ഹോപ്പ് ഇടയ്ക്ക് വന്ന കുറച്ച് ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. സോ ഇഫ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ. എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ട്, ആർക്കും ഡൗട്ടില്ല. സോ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ ക്വസ്റ്റൻ മര്യാദയ്ക്ക് വായിക്കുക. സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ അല്ല ചോദിച്ചിട്ടുള്ളത്, സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാനുള്ളൊരു സാധ്യത, എന്തിനാണ് നമ്മളോട് വെക്ടർ എടുത്തത്? ഫിസിക്സിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഫിസിക്സിൽ ഒരിക്കൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ. ഇതിലും കൂടുതൽ ലെവൽ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ ലെവല് 2-3 ക്വസ്റ്റൻസ് വരാം. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ എൻട്രൻസ് എക്സാമിനും ടോപ്പ് ലെവൽ ഡിഫിക്കൽറ്റിയിൽ അവർ 2-3 ക്വസ്റ്റൻസ് വെക്കും. ആ 2-3 ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺവെൻഷണൽ വേയിൽ തന്നെ സോൾവ് ചെയ്യണമെന്ന് വരില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ എളുപ്പ മെത്തേഡ്സ് ഒരുപാടുണ്ടാവും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫോർ ദ ടൈം ബീയിങ് ഈ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിൽ പോകാം. ഫിസിക്സിൽ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യൂണിവേഴ്സലി അപ്ലിക്കബിൾ. ആക്സലറേഷൻ ഒരു വെക്ടർ ആണ് 2 ഡയമെൻഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് റൊട്ടേഷണൽ മോഷനിലോ ലോസ് ഓഫ് മോഷനിലോ എത്തുമ്പോൾ അത് വെക്ടർ അല്ലാണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ ആക്സലറേഷൻ്റെ കാര്യം എടുക്കുന്നോ, എപ്പോഴൊക്കെ നമ്മൾ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നോ അതിനെ വെക്ടറായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഫിസിക്സിൽ ഒരു കോൺസെപ്റ്റ് മാറൂല. അതായത് ആ ചാപ്റ്ററിൽ അങ്ങനെ, ഈ ചാപ്റ്ററിൽ ഇങ്ങനെ, അങ്ങനത്തെ ഒരു സംഭവം ഫിസിക്സിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് എ കർവ്ഡ് ലൈൻ ആർ ഗിവൻ ബൈ x is equal to 5t and y is equal to 2t square plus t. Time after which its velocity vector makes an angle of 45 degree with the horizontal is. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നീറ്റിന് ചോദിക്കുന്ന ഡൗട്ടുള്ളവർക്ക് 2-3 വർഷത്തെ നീറ്റിൻ്റെ പേപ്പർ മുമ്പ് എടുത്ത് നോക്കുക. അതിനകത്ത് എന്തായാലും ഇപ്പോൾ 45 ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഫിസിക്സ് നോക്കുക. 45 ക്വസ്റ്റൻ 30 ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ആൻഡ് മീഡിയം. 30 ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ മര്യാദയ്ക്ക് എൻട്രൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കോച്ചിങ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും 30 എണ്ണം. ബാക്കി 15 എണ്ണം. ബാക്കി 15 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണെങ്കിലും വിൽ ബി എ സ്ലൈറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിന് പേടിക്കരുത്. അത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻസാണ് റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക. ആ ക്വസ്റ്റൻസ് ക്രാക്ക് ചെയ്യലാണ് എന്ത് നമ്മുടെ പണി. ഓക്കെ, ഈ ക്വസ്റ്റൻ ഒന്ന് പെട്ടെന്ന് ചെയ്ത് എല്ലാവരും. ഇത് സിമ്പിളാണ്. ആൻസർ പറ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് കർവ്ഡ് ലൈൻ തന്നിട്ടുണ്ട്. അതായത് x is equal to 5t എന്ന് അവർ തന്നിട്ടുണ്ട്. y is equal to 2t square plus t എന്നും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വെലോസിറ്റി കാണാം. വെലോസിറ്റി ദാറ്റ് ഈസ് Vx is equal to Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് dx by dt. dx by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? d by dt of 5t. What is d by dt of 5t? d by dt of 5t is 5. ഓക്കെ, d by dt of 5t is 5. ഇനി നമുക്ക് Vy കാണാം. എന്താണ് Vx, എന്താണ് Vy? Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി. ഇതിനെ എങ്ങനെ മലയാളത്തിൽ പറയുന്നറിയോ? വീണ്ടും മലയാളത്തിൽ പറയുന്നറിയോ? ആ മലയാളത്തിൽ അതേപോലെ നിങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കോൺസെപ്റ്റ്സ് ആണ്. നത്തിങ് ടു മഗ് അപ്പ്, നത്തിങ് ടു ബൈ ഹാർട്ട്. ഓൺലി യു നീഡ് ടു ഷാർപ്പൻ യുവർ കോൺസെപ്റ്റ്സ്. ഓക്കെ, ഓൺലി യു നീഡ് ടു ഷാർപ്പൻ യുവർ കോൺസെപ്റ്റ്സ്. ആൻസർ പറടാ. ഇതിൻ്റെ ആൻസർ എന്താ? പറ എല്ലാവരും പെട്ടെന്ന്. ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ്സ് വെലോസിറ്റി മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചിട്ടുള്ളത്. 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx by dt ആണ്. Vy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by dt ആണ്. dy by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d by dt ഓഫ് y എന്താണ്? y is 2t square plus t. That is 4t plus 1. അപ്പോൾ നമുക്ക് dx by dt കിട്ടിയെന്ത്? 5. dy by dt കിട്ടിയെന്ത്? 4t plus 1. dx by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vx, dy by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vy. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ടൈം ആഫ്റ്റർ വിച്ച് ദി വെലോസിറ്റി വെക്ടർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ഞാൻ 2 ഡയമെൻഷൻ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ടാൻ തീറ്റ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി?
ഏതൊരു വെക്ടറിൻ്റെയും ടാൻ തീറ്റ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ y കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ x കോമ്പണൻറ്റ് ചെയ്താൽ മതി. vy/vx 2 ഡയമെൻഷൻ അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇത് സിമ്പിൾ കോൺസെപ്റ്റാണ്, സിമ്പിൾ കോൺസെപ്റ്റാണ്. അതായത് ഇതാണ് തീറ്റ എന്ന് വിചാരിക്കുക, സോ ഇതാണ് അതിൻ്റെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്, ഇതാണ് നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് വിചാരിക്കുക. ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ഇങ്ങോട്ട് ഇവിടെ ലൈൻ ചെയ്യുന്നുണ്ട് വിചാരിക്കുക, വി. ഇത് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് വി ഇവിടെ ലൈൻ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ വെക്ടറിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്, വൈനെ എടുത്തോട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. വൈനെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു. സോ എനിക്ക് വേണ്ട ഇവർ ചോദിച്ച ചോദ്യം എന്താണ്, ദി ആംഗിൾ ദി വെലോസിറ്റി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇയാൾ വെലോസിറ്റി വെക്റ്റർ മേക്സ് എന്താ വെച്ചിട്ടുള്ളത്, വെക്റ്റർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. അതായത് ഈ വെലോസിറ്റി വെക്റ്റർ ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്ന ടൈം. അപ്പോൾ അവർ പറയുന്ന ആംഗിൾ ഇതാണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. ഇവിടെ ടാൻ തീറ്റ എത്രയാണ്, സപ്പോസ് ദിസ് ഇസ് തീറ്റ, ടാൻ തീറ്റ ഈസ് vy/vx. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ 2 ഡയമെൻഷൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എനി വെക്ടർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനറലൈസ് ചെയ്ത് വെക്കുക. എനി വെക്ടർ, ഒരുപാട് പേര് ബി എന്ന് ആൻസർ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം ബി ആണോ കറക്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഫോർ എനി വെക്ടർ നിങ്ങൾ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്. ഫോർ എനി വെക്ടർ നിങ്ങൾ ആംഗിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, വെർട്ടിക്കൽ വെക്ടർ ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ വെക്ടർ. സോ ഇവിടെ ആ ആംഗിൾ എത്രയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടാൻ 45 ഈസ് ഈക്വൽ ടു vy-ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, vy-ക്ക് പകരം ഞാൻ 40+1 എന്ന് കൊടുത്തു. vx-ന് പകരം ഞാൻ എന്ത് കൊടുത്തു, vx-ന് പകരം ഞാൻ 5 എന്ന് കൊടുത്തു. വാട്ട് ഇസ് ടാൻ 45? ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈസ് ഈക്വൽ ടു 40+1 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഗീവ്സ് യു 40+1 ഈസ് ഈക്വൽ ടു 5 ഓർ t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഒരുപാട് പേര് b 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റാണ്. ഓക്കെ, ഒരുപാട് പേര് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. കോൺസെപ്ച്വലി എല്ലാം ക്ലിയർ അല്ലേ? ഒന്നും ബൈഹാർട്ട് ചെയ്തിട്ടില്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ അല്ല. ഒരുപാട് പേര് ഫാത്തിമ ഫിദ പറയുന്നുണ്ട്, റിസാന പർവീൻ പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, കോൺസെപ്റ്റ്സ് ഷാർപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകുന്നുള്ളൂ, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നുള്ളൂ. യു ഷുഡ് നോട്ട് ബൈഹാർട്ട് എനിത്തിങ്. ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും ആസ് വി ആർ സ്ട്രീമിംഗ് ഇൻ യൂട്യൂബ് ദർ വിൽ ബി എ ഷോർട്ട് ടൈം ലാഗ്, ഒരു 30 സെക്കൻഡ്സ് ടൈം ലാഗ് ഉണ്ടാവും. സോ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്ലിയർ ആകുമ്പം കീപ്പ് ഓൺ ഗിവിംഗ് മീ ക്വിക്ക് ഫീഡ്ബാക്ക് സോ ദാറ്റ് ഐ ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. ഓക്കെ, കീപ്പ് ഓൺ ഗിവിംഗ് മീ ക്വിക്ക് ഫീഡ്ബാക്ക് സോ ദാറ്റ് ഐ ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. ഓക്കെ, സോ അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ലക്ഷ്യം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ടൈം എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയിട്ട് പോയാൽ മതി. എനിത്തിങ് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ആസ്ക് ഇൻ ദി ചാറ്റ് ബോക്സ്. ഐദർ ഐ വിൽ ക്ലിയർ ഇറ്റ് ഓർ യുവർ ഫ്രണ്ട്സ് വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle is projected with a velocity speed v is equal to 2 into root gh. ഇത് പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് പറഞ്ഞുതരാം. v is equal to 2 into root gh so that it clears 2 walls of equal height h which are at a distance of 2h from each other. The time taken by the particle to pass between the two walls is എന്താ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത്? ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കൂട്ടോ. അതായത് ആഷിക്ക എഴുതിയ നീറ്റിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. ആഷിക്ക എഴുതിയ നീറ്റിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദി ടഫസ്റ്റ് പേപ്പർ. ആ വർഷത്തെ JEE മെയിൻസിനേക്കാളും ഭയങ്കര ടഫായിട്ടുള്ള പേപ്പർ. നിങ്ങൾ 2013 നീറ്റ് എൻട്രൻസിൻ്റെ പേപ്പർ ഒന്ന് നോക്കി നോക്കുക. 2013 നീറ്റ് എൻട്രൻസിൻ്റെ പേപ്പർ ഒന്ന് നോക്കി നോക്കുക. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നല്ല അടിപൊളി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ അടിപൊളി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്, മെക്കാനിക്സിന് ഒരുപാട് നല്ല ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എന്താ അവർ പറയുന്നത്? ഈ ക്വസ്റ്റനിൽ അവർ പറയുന്നത് നമ്മളൊരു പ്രൊജക്റ്റൈൽ മോഷനാണ് അവർ പറയുന്നത്. അപ്പം ഇതാണ് ആ പ്രൊജക്റ്റൈൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ആ പ്രൊജക്റ്റൈൽ എന്ന് വിചാരിക്കുക. ആദ്യം ഏതൊരു ക്വസ്റ്റനിലും മെക്കാനിക്സിൽ ഏതൊരു ക്വസ്റ്റൻ കിട്ടിയാലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫിഗർ വരക്കും. അപ്പോൾ ഇവർ പറയുന്ന ക്രൈറ്റീരിയ എന്താണ്? ദേ ആർ പ്രൊജക്റ്റിംഗ് ഇറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 2 into root gh. ഇനി അവർ പറയുന്ന ക്രൈറ്റീരിയാസ് എന്താണ്? സോ ദാറ്റ് ഇറ്റ് ക്ലിയേഴ്സ് 2 walls ഓഫ് ഈക്വൽ ഹൈറ്റ് h വിച്ച് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2h ഫ്രം ഈച്ച് അതർ. അതായത് ഇങ്ങനെ 2 വാൾസ് ഉണ്ട്. നോക്കുക, ഇവിടെ h എന്ന് പറഞ്ഞൊരു വാളുണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇവിടെയും h എന്ന് പറഞ്ഞൊരു ഹൈറ്റ് ഉണ്ട്.
ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2h ആണ് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2h ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2h ആണ് തന്നിട്ടുണ്ട്. ഇനി the time taken by the particle to pass between the two walls is time taken by the particle to pass between the two walls ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രിഫർ ചെയ്യുന്ന രീതി ഒന്നെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്വസ്റ്റനിലെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് മൊത്തത്തിൽ പ്രൊജക്റ്റൈലാണ്. അത് ശരി, ഓക്കെ. മാത്രമല്ല ഈ പോയിന്റ് മുതൽ ലെറ്റ്സ് കോൾ ദിസ് പോയിന്റ് എ, ലെറ്റ്സ് കോൾ ദിസ് പോയിന്റ് ബി. സോ ബിറ്റ്വീൻ എ ആൻഡ് ബി ദ ബോഡി ഈസ് അഗെയിൻ ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ. അതായത് ഇപ്പോൾ ഇത് ഞാൻ സി എന്നും ഇതിന് ഡി എന്നും വിളിക്കുകയാണെങ്കിൽ സി ടു ഡി ഒബ്വിയസ്ലി ഒരു പ്രൊജക്റ്റൈലാണ്, അതിൽ ആർക്കും സംശയമില്ല. സി ടു ഡി ദാറ്റ് ഇസ് ഒബ്വിയസ്ലി എ പ്രൊജക്റ്റൈൽ. ഐ എം കൺസിഡറിങ് എ മോഷൻ ഫ്രം എ ടു ബി. Again it's a projectile. എന്ത് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡയമെൻഷൻ നോക്കിയാൽ കിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആരാ ചോദിച്ചത്? അനന്ത് ചോദിക്കുന്നുണ്ട് ഡയമെൻഷൻ നോക്കിയാൽ കിട്ടില്ല എന്ന്. ഡയമെൻഷൻ നോക്കിയാൽ കിട്ടും. പക്ഷേ ഡയമെൻഷൻ നോക്കിയാൽ 4 ഓപ്ഷനും ഒഴിവാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ നോക്കുക, ഓപ്ഷൻ എയിൽ റൂട്ട് ഇൻറ്റു 2h/g എന്ന് വരുന്നുണ്ട്. ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൊത്തത്തിലുള്ളതാണ്. ഇനി അത് പ്രിൻറ്റിങ്ങിൻ്റെ പ്രശ്നം കേട്ടോ. ബിയും സിയും നോക്കിക്കഴിഞ്ഞാൽ ബിയും സിയും h/g എന്നുള്ളതാണ്. അത് ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിയും സിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/g എന്നാണ്. അപ്പോൾ h/g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? L/LT⁻². നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡയമെൻഷൻ കിട്ടും. എന്താ ഡയമെൻഷൻ കിട്ടുക? h/g ഡയമെൻഷൻ t² ആണ്. അപ്പോൾ നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ എന്ത് പറയാം? ബി അല്ല ആൻസർ എന്ന് പറയാം, സി അല്ല ആൻസർ എന്ന് പറയാം. ബിക്കോസ് ഇത് രണ്ടിനും ഡയമെൻഷൻ എന്തല്ല? h/gൻ്റെ ടൈമിൻ്റെ അല്ല. പക്ഷേ എൻ്റെയും ടൈമിൻ്റെയാണ്, ഡീൻ്റെയും ടൈമിൻ്റെയാണ്. എൻ്റെതും ടൈമിൻ്റെയാണ്, ഡീൻ്റെതും ടൈമിൻ്റെതാണ്. ഓക്കെ, എൻ്റെതും ടൈമിൻ്റെയാണ്, ഡീൻ്റെതും ടൈമിൻ്റെതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പർ ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? സമയമില്ലാത്ത സമയത്താണ് ഈ ക്വസ്റ്റനൊക്കെ കാണുന്നെങ്കിൽ ബിയും സിയും ഉറപ്പല്ല എന്ന് എനിക്ക് ഡയമെൻഷൻ എന്ന് മനസ്സിലായി. അപ്പോൾ ബിയും സിയും ഞാൻ ഒഴിവാക്കിയിട്ട് ഏതുണ്ടെങ്കിലും വേണമെങ്കിൽ കറക്കി കുത്താം. അത് ചെയ്യരുത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ സമയമില്ലാത്ത സമയങ്ങളിൽ അങ്ങനെ ചെയ്യാം. തൽക്കാലം നമുക്കത് പ്രോപ്പർ വേയിൽ ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വന്ന് തന്നെ ദാറ്റ്സ് വെരി 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 ഗുഡ്. ഓക്കെ, ദാറ്റ്സ് വെരി മച്ച് ഗുഡ്. കാരണം ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് വിൽ മേക്ക് യു ക്രാക്ക് ദി എൻട്രൻസ് എക്സാം. അങ്ങനത്തെ തിങ്കിങ് ആണ് നിങ്ങളെ എന്ത് ചെയ്യുക? എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രം ദി പോയിന്റ് എ ടു ദി പോയിന്റ് ബി ഫാത്തിമ ഷെറി ചോദിക്കുന്നുണ്ട് ഡി ആണോ ആൻസർ എന്ന്. പലരും ഡി എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഡി ആണോ ആൻസർ എന്നല്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഫ്രം ദി പോയിന്റ് എ ടു ദി പോയിന്റ് ബി ദ ബോഡി ഈസ് അഗെയിൻ ഇൻ എന്താണ്? ദ ബോഡി ഈസ് അഗെയിൻ ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ. സോ സപ്പോസ് ഐ എം ഏബിൾ ടു ഫൈൻഡ് ദി വെലോസിറ്റി ഹിയർ. ഇവിടുത്തെ വെലോസിറ്റി ഞാൻ വി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ വെലോസിറ്റി വി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ആ പ്രൊജക്റ്റൈലിൻ്റെ റേഞ്ചാണ് 2h. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ആൻസർ കിട്ടും. സോ ദാറ്റ്സ് ദ സിംപ്ലസ്റ്റ് വേ. അപ്പോൾ അതാണ് സിംപ്ലസ്റ്റ് വേ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എ എന്ന പോയിന്റുള്ള വെലോസിറ്റി കാണാം? എ എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി നമുക്ക് 2-3 രീതിയിൽ കാണാം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ 2 ഡയമെൻഷൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ പ്രൊജക്റ്റൈലിന് എന്താണ്? Vx = u cos θ, Vy = u sin θ - gt. അപ്പോൾ ഈ Vxഉം Vyയും കിട്ടി. അതിനെ രണ്ടിനും കൂടി നമ്മൾ Vxഉം Vyയും കിട്ടി. ആ Vxഉം Vyയും കൂടി നമ്മൾ എന്താ? അതൊരു വെക്ടേഴ്സിൻ്റെ കോമ്പണൻസ് ആണ്. ആ വെക്ടേഴ്സ് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ എന്നുള്ളൊരു കോമ്പണൻ്റ് അവിടെ വരും. ആ തീറ്റനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പറ്റാത്തതുകൊണ്ട് ഇതിന് ഞാൻ എല്ലാ പോസിബിൾ വേസും പറയാം കേട്ടോ. പറയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഫിസിക്സിൻ്റെ ബ്യൂട്ടി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ Vx i Vy. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലെ വെലോസിറ്റി കാണാൻ, നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്? ദാറ്റ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ അറ്റ് ദി പോയിന്റ് സി ഈ പാർട്ടിക്കിളിന് എന്ത് മാത്രമേ ഉള്ളൂ? ഈ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m. ഞാൻ ഇവിടുത്തെ വെലോസിറ്റിനെ u എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ½ mu². അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ ആ പാർട്ടിക്കിളിന്. ഇനി അറ്റ് ദി പോയിന്റ് എ പാർട്ടിക്കിളിന് എന്തുണ്ട്? ഒരു വെലോസിറ്റി v എത്തി. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ടാവും ½ mv² പ്ലസ്
ഈ പാർട്ടിക്കിളിന് ഇപ്പോൾ എന്തുണ്ട്? ഈ പാർട്ടിക്കിൾ നൗ ദിസ് പാർട്ടിക്കിൾ ഇസ് അറ്റ് എ ഹൈറ്റ് h. Now this particle is at a height h. Now this particle is at a height h. So it will also have a potential energy. So it will also have a potential energy. So നമുക്ക് mv square plus is equal to half mv square plus mgh. ഇതിന് ഈ m മൊത്തം കട്ടായി പോയി. u നമുക്കറിയാം, v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, h നമുക്കറിയാം. ഓക്കെ, ഇത് നമ്മൾ v കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ എഴുതാണ് ഹാഫ് ഇൻറ്റു യു സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതി? 2 root gh സ്ക്വയർ. 2 root gh സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 into gh is equal to half v സ്ക്വയർ. ആ v സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് gh. ഓക്കെ, ഹാഫ് ഇൻറ്റു 4gh എത്രയാ? 2gh. അപ്പോൾ 2gh നിന്ന് ഈ gh ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? 2gh നിന്ന് ഈ gh ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെറും gh ആവും. നമുക്ക് സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതാം. അപ്പം 2gh is equal to v square by 2 plus gh, or v square by 2 is equal to 2gh minus gh, that is gh, or v is equal to root 2gh. അപ്പോൾ നമ്മൾ വെലോസിറ്റി അറ്റ് ദി പോയിന്റ് എ നമ്മൾ കണ്ടുപിടിച്ചു. ഐഷ ബിൻ തബൂക്കർ ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതായത് ഒരു പ്രൊജക്ടൈലിൻ്റെ ഏതൊരു പ്രൊജക്ടൈലിനെയും, ഇതാണ് പ്രൊജക്ടൈലിനെ ഇരിക്കുക, ഏതൊരു പ്രൊജക്ടൈലിനും നമ്മൾ കൺകോർഡൻറ്റ് പോയിന്റ്സിൽ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് അഗെയിൻ എ പ്രൊജക്ടൈൽ. അതായത് ഇത് ഇവിടുന്ന് ഒരു പ്രൊജക്ടൈലാണ്. ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് ഇസ് പ്രൊജക്ടൈൽ. ഇവിടുന്ന് ഇങ്ങോട്ടും പ്രൊജക്ടൈലിനല്ലേ ഈ മോഷൻ നോക്കിയേ, ഇത് പ്രൊജക്ടൈലിൻ്റെ ട്രാജക്ടറിൻ്റെ മോഷൻ അല്ലേ. ഇവിടുന്നും ഇങ്ങോട്ടും ഒരു പ്രൊജക്ടൈലാണ്. അങ്ങനെ ഒരു പ്രൊജക്ടൈലിന് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു പ്രൊജക്ടൈലിന് നമുക്ക് എന്ത് ചെയ്യാം? എത്ര വട്ടം വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഐഷ ബിൻ. ഓക്കെ, ആയിഷ ബിന്ദിന് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വെലോസിറ്റി അറ്റ് ദി പോയിന്റ് എ കിട്ടി. വെലോസിറ്റി അറ്റ് ദി പോയിന്റ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2gh എന്ന് കിട്ടി. വെലോസിറ്റി അറ്റ് ദി പോയിന്റ് എ ഈസ് ഈക്വൽ ടു റൂട്ട് 2gh എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളാണ്. ഇനി നമുക്ക് എന്തായി? ഈ ഒരു പ്രൊജക്ടൈൽ ഞാൻ ഇതിനും ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തന്നാലോ നിങ്ങൾക്ക്? ഈ പ്രൊജക്ടൈലിനെ ഇതാ. അപ്പോൾ ഈ പ്രൊജക്ടൈലിൻ്റെ ഈ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു റൂട്ട് 2gh ആണ് നമുക്ക് കിട്ടി. ഫർദർ വി ഓൾസോ നോ ദിസ് ലെങ്ത്, ദാറ്റ് ഈസ് ഇറ്റ്സ് റേഞ്ച്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റേഞ്ചാണിത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? v ഈസ് ഈക്വൽ ടു റൂട്ട് 2gh. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ചാണ്. സോ കൺസിഡറിങ് ദാറ്റ് പ്രൊജക്ടൈൽ, ഞാൻ ഇവിടെ എഴുതാണ് ആ പ്രൊജക്ടൈലിൻ്റെ റേഞ്ചാണത്. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? u സ്ക്വയർ സൈൻ 2θ ബൈ g. u സ്ക്വയർ സൈൻ 2θ ബൈ g ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 2h ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. u സ്ക്വയർ സൈൻ 2θ ബൈ g ഇസ് ഈക്വൽ ടു 2h ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, u സ്ക്വയർ സൈൻ 2θ ബൈ g ഈക്വൽ ടു 2h ആണെന്നുണ്ട്. ഈ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ വെലോസിറ്റിയാണ്? നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പ്രൊജക്ടൈൽ ഇത് മാത്രമാണ്. സോ ദാറ്റ് വെലോസിറ്റി ഈസ് ദിസ് v. സോ ദാറ്റ് ഈസ് u സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? യുവിന് പകരം ഞാൻ റൂട്ട് 2gh എന്ന് കൊടുക്കുകയാണ്. റൂട്ട് 2gh whole square sin 2θ divided by g is equal to 2h. That is 2gh sin 2θ by g is equal to 2h. ഈ gയും പോയി, ഈ hഉം പോയി, ഈ 2ഉം പോയി. ബാക്കി എന്താ ഉള്ളത്? sin 2θ is equal to 1, which means 2θ is equal to 90 degree, which means θ is equal to 45 degree. Implies θ is equal to 45 degree. ഓക്കെ, implies θ is equal to 45 degree. ക്ലിയർ ആണോ? അപ്പോൾ θ 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അറിയാം? നമുക്ക് ഈ പോയിന്റിലെ വെലോസിറ്റി അറിയാം, നമുക്ക് ഈ ആംഗിൾ അറിയാം. ഒരു സെക്കൻഡ്, ചെറിയൊരു സ്ക്രീനിൻ്റെ ഫീഡ്ബാക്ക് സ്ക്രീനിന് ചെറിയൊരു പ്രശ്നമുണ്ട്. 1 സെക്കൻഡ്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. സോ അപ്പോൾ നമുക്ക് സ്ക്രീൻ ഒന്ന് θ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്ടൈലിൻ്റെ എന്തെല്ലാം അറിയാം? നമുക്ക് ഈ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റി അറിയാം, നമുക്ക് ഈ പ്രൊജക്ടൈലിൻ്റെ ആംഗിൾ അറിയാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് മാത്രം കണ്ടാൽ മതി? ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു പാസ് ബിറ്റ്വീൻ ദ 2 വാൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു പാസ് ബിറ്റ്വീൻ ദ 2 വാൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്?
അതെന്താണ്? അത് ഈ പ്രൊജക്റ്റൈൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സിംപ്ലസ്റ്റ് വേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റൈൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടാൽ മതി. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ നമുക്ക് T = 2u sin θ/g എന്നാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. 2u sin θ/g എന്നാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. യുക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? യുക്ക് പകരം നമ്മൾ √2gh എന്ന് കൊടുത്തു. സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? sin 45 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ g. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × √2gh. sin 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1/√2. അപ്പോൾ ആ റൂട്ട് താഴെ വന്നു, ഡിവൈഡ് ബൈ g. ഈ റൂട്ടും പോയി, ഈ റൂട്ടും പോയി. ഈ റൂട്ട് ജിയും ഈ ജിയും കട്ടായി കഴിഞ്ഞാൽ ബാക്കി എന്താ താഴെ ഉണ്ടാവുക? താഴെ റൂട്ട് ജി മാത്രമേ താഴെ ഉണ്ടാവുള്ളൂ. സോ ഫൈനൽ ആൻസർ വിൽ ബി 2 × √h/g. 2 × √h/g. അഗെയിൻ സി എ ഇൻറ്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇൻറ്റഗ്രേറ്റഡ് മെക്കാനിക്സ്. ഏതൊക്കെ ചാപ്റ്ററിലെ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തു നമ്മൾ? ആദ്യം നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് പവർ എനർജിയിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടുത്തെ വെലോസിറ്റി കണ്ടിട്ട് പിന്നെ നമ്മൾ ബേസിക് പ്രൊജക്റ്റൈൽ മോഷൻ അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് 2 × √h/g. 2 × √h/g. ഇസ് ഇറ്റ് ക്ലിയർ ടു എവറി വൺ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾ പുതുതായിട്ട് പഠിച്ചതുണ്ടോ? ഈ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് 1 മിനിറ്റിൽ ഓർമ്മാവുകയെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ 1 മിനിറ്റിൽ ഓർമ്മാവേണ്ട കാര്യമില്ല. കാരണം ഈ 45 ക്വസ്റ്റ്യൻ ചോദിക്കൂലേ നിങ്ങളോട്? 45 ക്വസ്റ്റ്യനിൽ ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻ തന്നെ എടുത്തോ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ 30 സെക്കൻഡ് മതിയാവും. 30 ക്വസ്റ്റ്യനിലെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി 30 സെക്കൻഡ് മതിയാവും. അവിടെ എല്ലാം ബാക്കി വരുന്ന സമയമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആവശ്യം വരിക. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ കുറച്ച് ടഫാക്കിയിട്ട് ഇട്ടത് തന്നെയാണ്. പക്ഷേ ഈ ടഫ് നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതിൽ നിന്ന് പുതുതായിട്ട് ഒരു കാര്യം പോലും ഞാൻ ഇന്നത്തെ മൊത്തം സെഷനിൽ പറയില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു ഇക്വേഷനോ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഇന്നത്തെ സെഷനിൽ പറയില്ല. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചത് വെച്ചിട്ട് നമ്മൾ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പോവാണ്. പക്ഷേ കുറച്ച് കൂടുതൽ സാധനം നമ്മൾ ഇത്രയും കാര്യം ഒറ്റ ചാപ്റ്റർ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇനി മനസ്സിലാക്കുക, ഒറ്റ ചാപ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കാരണം നിങ്ങൾ എൻട്രൻസിന് ഫേസ് ചെയ്യാൻ നിങ്ങൾ ഓൺ ദി വേർജ് ആണ്. സോ നമ്മൾ ടു ദി ബെസ്റ്റ് പ്രിപ്പയർഡ് ആയിരിക്കണം. ടു ദി ബെസ്റ്റ് പ്രിപ്പയർഡ് ആയുള്ള നമ്മുടെ മെച്ചം എന്താണ്? നമുക്ക് അതിന് താഴോട്ട് വരുന്ന ഏത് ക്വസ്റ്റനും ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണോ ഗൈസ്? പെട്ടെന്ന് പറ. അതെല്ലാവരും പറയുന്നുണ്ട് പഠിച്ചത് തന്നെയാണ്, പുതുതായിട്ട് ഒന്നും പഠിക്കില്ല. അത് ഞാനും പറയുന്നത് എല്ലാം നിങ്ങൾ പഠിച്ചു തന്നെയാണ്, പുതുതായിട്ട് ഞാൻ ഒന്നും പറയില്ല. അത് 100% ഷുവറാണ്. നിങ്ങൾ ഇന്ന് വരെ പഠിച്ചത് അങ്ങനെയാണ്, പിന്നെ കാര്യമില്ലല്ലോ. അടുത്ത മാസം എൻട്രൻസ് ചെയ്താൽ പോകുന്ന നിങ്ങളോട് ഇന്നും വന്നിട്ട് കുറേ പുതിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിലെന്താ അർത്ഥം? അതില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല ക്വസ്റ്റൻസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. എ സ്ട്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ മാസ് going over a clamped pulley of mass m supports a block of mass capital M shown in the figure. The force on the pulley by the clamp is given by the force on the pulley by the clamp is given by okay, laws of motion. Again laws of motion. അപ്പോൾ ലോസ് ഓഫ് മോഷൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലോസ് ഓഫ് മോഷനിൽ പുള്ളീസ് അങ്ങനത്തെ ബോഡീസ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാംസ് വരക്കും അല്ലേ? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചിട്ട് നമുക്ക് പിന്നെ ലോസ് ഓഫ് മോഷനിൽ ഏതൊരു ക്വസ്റ്റൻ ചോദിച്ചാലും അത് സിമ്പിളായിരിക്കും. നമുക്ക് സിമ്പിളായിരിക്കും. സോ ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ശ്രദ്ധിക്കുക. ഇത് കുറച്ച് ടഫാണ്. ഈ ക്വസ്റ്റൻ എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ ഈ ക്വസ്റ്റൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതിന് എനിക്ക് വേറൊരു ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഈ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. കോൺസെപ്റ്റ് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ പഠിക്കാത്തൊരു കാര്യം ഞാൻ പറയില്ല. സോ ലെറ്റ്സ് സീ. A string of negligible mass going over a clamped pulley of mass small m supports a block of mass capital M as shown in the figure. The force on the pulley by the clamp is given by. നോക്കിയേ എല്ലാവരും നോക്കുക. അപ്പോൾ ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റൻ നമുക്ക് മനസ്സിലായി. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ക്ലാമ്പ് ഇതാണ് ആ ക്ലാമ്പ്. ഈ ക്ലാമ്പ് ഈ പുള്ളിമേൽ എന്തോ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്.
ഈ ക്ലാമ്പ് ഈ പുള്ളിമേൽ എന്തോ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നുണ്ട്. ഫ്രീ ബോഡി ഡയഗ്രാം ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ചെയ്യുക. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ്, അപ്പോൾ ദിസ് ഈസ് ദാറ്റ് ക്ലാമ്പ്. ഞാൻ അസ്യൂം ചെയ്യാണ് ദിസ് ക്ലാമ്പ് ഈസ് എക്സേർട്ടിങ് എന്തെങ്കിലും ഒരു ഫോഴ്സ്. ആ ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐ അസ്യൂം ദാറ്റ് ഫോഴ്സ് ഈസ് എഫ്. ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ക്ലാമ്പ് ഏതോ ഒരു ഡയറക്ഷനിൽ ആ പുള്ളിൻ്റെ പുറത്ത് എഫ് എന്നുള്ളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്ലാമ്പ് ഏതോ ഒരു ഡയറക്ഷനിൽ ആ പുള്ളീൻ്റെ പുറത്ത് എഫ് എന്നുള്ളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഫ് എന്നുള്ളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എഫ് എന്നുള്ളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോസ് അത് എക്സേർട്ട് ചെയ്യുന്ന ആംഗിൾ ദിസ് ആംഗിൾ ഇസ് തീറ്റ എന്ന് വിചാരിക്കാം. ഇത്രയും കാര്യം നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പം ഇവിടെ രണ്ട് ബോഡീസാണുള്ളത്. ഏതൊക്കെയാണ് രണ്ട് ബോഡി? ഒന്ന്, സാധാരണ നമ്മുടെ കണ്ടീഷൻസിൽ, സാധാരണ നമ്മുടെ കേസസിൽ, സാധാരണ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പുള്ളിക്ക് മാസ് ഉണ്ടാവാറില്ല. ശരിയല്ലേ? സാധാരണ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ പുള്ളിക്ക് മാസ് ഉണ്ടാവാറില്ല. ഇവിടെ എന്താ? ഇവിടെ പുള്ളിക്ക് മാസ് ഉണ്ട്, പിന്നെ ഒരു ഒബ്ജക്റ്റും ഉണ്ട്. സോ ഈ പുള്ളിക്ക് മാസുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പുള്ളിനെ നമ്മളൊരു ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഗൈസ് പ്ലീസ് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഗൈസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. മൈറ്റ് ബി നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷേ ഇത് കോൺസെപ്റ്റുവലാണ്, പിന്നെ ഇതുകൊണ്ട് വേറെ കാര്യങ്ങളും ഉണ്ട്. അപ്പം തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത് ലൈൻ ബൈ ലൈൻ ശ്രദ്ധിക്കുക. ഞാൻ കോൺസെപ്റ്റ്സ് മാത്രമേ പറയുള്ളൂ, ലൈൻ ബൈ ലൈൻ ശ്രദ്ധിക്കുക. രണ്ട് ബോഡീസ് ഉണ്ട്. ഒരു ബോഡി ഈ പുള്ളിയാണ്. എന്തുകൊണ്ട് ഈ പുള്ളിനെ ഞാനൊരു ബോഡിയായിട്ട് കൺസിഡർ ചെയ്യണം? നോർമലി ദർ വിൽ ബി മാസ്ലെസ് പുള്ളീസ് ആൻഡ് മാസ്ലെസ് സ്ട്രിങ്സ്. അപ്പം നമ്മളതിനെ ബോഡീസായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഇൻ ദിസ് കേസ് നമ്മളതിനെന്ത് കൺസിഡർ ചെയ്യണം? നമ്മളതിനെ ഒരു ബോഡിയായിട്ട് കൺസിഡർ ചെയ്യണം. സോ ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട്. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്യട്ടെ. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയേ. ഞാൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാർക്ക് ചെയ്യണേ. ഇതാ ഈ ബോഡിനെ കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പം ഈ ബോഡിനെ കൺസിഡർ ചെയ്യുമ്പം ഇതിന് ഇങ്ങോട്ടൊരു ടി ഉണ്ടാവും, ടെൻഷൻ വിച്ച് ഇസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. താഴോട്ട് എന്തുണ്ടാവും? താഴോട്ടൊരു എം ജി ഉണ്ടാവും. ഈ ബോഡിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറെ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് എന്ത് ചെയ്താം? ഇവിടെ നിന്ന് ഈ മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണല്ലോ. കാരണം ഇത് ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം എനിക്ക് എന്ത് എഴുതാം? ടി ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ആകെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലോട്ടൊരു ടി ഉണ്ട്, താഴോട്ടൊരു എം ജി ഉണ്ട്. അപ്പോൾ എനിക്ക് ടി ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ഞാൻ ഇതിങ്ങനെ എഴുതിയിട്ട് ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുകയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയാണ്. ശ്രദ്ധിക്കാം, രണ്ടാമത്തെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫോഴ്സസ് എല്ലാം ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഞാൻ ഈ പുള്ളിനെ ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. അപ്പം ഇതാണ് വയറ്. ഓക്കെ, ഇതിന് താഴോട്ടൊരു എം ജി ഉണ്ട്, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ ഇതിൻ്റെ ഫോഴ്സസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊരു എഫ് ഉണ്ട്, ഈ ആംഗിൾ തീറ്റയാണ്. സോ ദിസ് ഈസ് എഫ് കോസ് തീറ്റ, ദിസ് വിൽ ബി എഫ് സൈൻ തീറ്റ. ഓക്കെ, പിന്നെ ഇതിന് ഈ പുള്ളിനെ ഇങ്ങോട്ട് വലിക്കുന്നൊരു ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ വിച്ച് ഇസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. അഗെയിൻ ഈ പുള്ളിനെ താഴോട്ട് ഇങ്ങോട്ടൊരു ടെൻഷൻ ഉണ്ടാവും, ടെൻഷൻ വിച്ച് ഇസ് ഓൾവേസ് എ പുള്ളിങ് ഫോഴ്സ്. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? പുള്ളിങ് ആണ്. ഓക്കെ, കഴിഞ്ഞോ? ഫോഴ്സ് കഴിഞ്ഞിട്ടില്ല. ഒറ്റ ലാസ്റ്റ് ഫോഴ്സും കൂടി ഉണ്ട്. എന്താണ്? ഈ പുള്ളി മാസുള്ള പുള്ളി ആയതുകൊണ്ട് തന്നെ ഇതിന് താഴോട്ട് എന്തുണ്ടാവും? മാസുള്ള പുള്ളി ആയതുകൊണ്ട് തന്നെ ഇതിന് താഴോട്ട് എന്തുണ്ടാവും? എം ജി ഉണ്ടാവും, സ്മോൾ എം ജി ഉണ്ടാവും, താഴോട്ടൊരു സ്മോൾ എം ജി ഉണ്ടാവും. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പോൾ താഴോട്ടൊരു സ്മോൾ എം ജി ഉണ്ടാവും. ഇത്രയും എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഫോഴ്സസ് ഒന്ന് നമ്മുടെ കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ക്ലാമ്പ്, അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, എഫ് കോസ് തീറ്റ എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഈ സ്ട്രിങ് കാരണം ഇങ്ങോട്ടൊരു ടി ഉണ്ടാവും, ഇങ്ങോട്ടൊരു ടി ഉണ്ടാവും. പിന്നെ ഈ ക്ലാമ്പിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു ഫ്രീ ബോഡി വരക്കുകയാണെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോഴ്സസും കാര്യങ്ങളും മാത്രം നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ
പുള്ളി എടുത്തു. ഈ പുള്ളിനെ നമ്മൾ എടുത്തു. ഈ പുള്ളീനെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് എല്ലാം മാർക്ക് ചെയ്തു. അതിൻ്റെ വെയിറ്റിന് ടെൻഷൻ ഉണ്ട്, പിന്നെ ക്ലാംപ്ഡ് എഫ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണല്ലോ. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ ഫോഴ്സസിനെല്ലാം ഒന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് അതേപോലെ ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ആരൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത് ഒന്ന് എഫ് കോസ് തീറ്റ, പിന്നെ ഇങ്ങോട്ട് ടി. വേറെ ആരെങ്കിലും ഉണ്ടോ ഹൊറിസോണ്ടൽ ഫോഴ്സ്? ഇല്ല. അപ്പോൾ ഞാൻ എഴുതാണ് എന്ത്? എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതാണ്. എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഞാൻ ടി എന്ന് എഴുതാണ്. ഓക്കെ, എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതാണ്. ഇനി സിമിലർലി താഴോട്ട് എന്തൊക്കെയുണ്ട് ഫോഴ്സ്? താഴോട്ട് എം ജി ഉണ്ട്, ടി ഉണ്ട്. മുകളിലോട്ട് എഫ് സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്? എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എം ജി എന്ന് എഴുതാണ്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണോ? അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത് എഫ് കോസ് തീറ്റയും ടിയും ആണ്. അതായത് വലത്തോട്ട് എഫ് കോസ് തീറ്റ ഉണ്ട്, ഇടത്തോട്ട് ടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഈക്വലാന്ന് ഞാൻ എഴുതി. ഓക്കെ, അത് എഫ് ആ ഡയറക്ഷനിലാന്ന് എങ്ങനെ മനസ്സിലായെന്ന് അനുവിന്ദ് ബി ചോദിക്കുന്നുണ്ട്. എഫ് ആ ഡയറക്ഷനിലാന്ന് ഞാൻ വെറുതെ അസ്യൂം ചെയ്യാണ്. എഫ് ആ ഡയറക്ഷനിലാന്ന് ഞാൻ വെറുതെ അങ്ങ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, കാരണം ഞാനൊരു ആംഗിൾ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്ന ആംഗിൾ അല്ലാന്ന് വിചാരിച്ചോ, ഓപ്പോസിറ്റ് എഫ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാന്ന് വിചാരിച്ചോ. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇപ്പം ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി എന്ന് വിചാരിച്ചോ. എഫ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് 30 + 180, അതായത് 210 ഡിഗ്രി എന്ന് ആൻസർ കിട്ടുക. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ എഫ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഓക്കെ, എഫ് നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. അതിനനുസരിച്ച് കിട്ടുന്ന ഫൈനൽ ആൻസർ മാറും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതി. എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എം ജി എന്ന് എഴുതി. ക്ലിയർ ആണോ? എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതി. എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എം ജി എന്ന് എഴുതി. ഓക്കെ, നൗ ഇനി ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിക്കുകയാണ്, ഇതിന് ഞാൻ ഇക്വേഷൻ 3 എന്ന് വിളിക്കുകയാണ്. എല്ലാ ടീമും സെയിം ആണോ? പറ. എല്ലാ ടീമും സെയിം ആയിരിക്കുമോ? കൂടുതലുള്ളവർ പറ. എല്ലാ ടീമും സെയിം ആയിരിക്കും. അൺലെസ് ദ സ്പ്രിങ് ഈസ് ഡിസ്കണ്ടിന്യൂഡ്. ഒരു കണ്ടിന്യൂസ് സ്പ്രിങ്ങിലെ ടെൻഷൻ വിൽ ബി ഓൾവേസ് സെയിം. ബേസിക് കോൺസെപ്റ്റ് ഓഫ് ലോസ് ഓഫ് മോഷൻ ഇതുവരെ അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. സ്പ്രിങ് ബ്രേക്ക് ആവുന്നില്ലെങ്കിൽ unless it is a continuous spring, tension will be same. ഓക്കെ, അപ്പോൾ എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി, എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എം ജി. ഇനി ഈ ടിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ടിക്ക് പകരം ഞാൻ എം ജി എന്ന് കൊടുക്കുകയാണ്. സോ ഫ്രം ദ ഇക്വേഷൻ 1 ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ. ഓക്കെ, അപ്പോൾ ഞാൻ എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടിക്ക് പകരം ഞാൻ ക്യാപിറ്റൽ എം ജി എന്ന് എഴുതി. സിമിലർലി എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടിക്ക് പകരം ഞാൻ എന്ത് എഴുതി? ക്യാപിറ്റൽ എം ജി പ്ലസ് സ്മോൾ എം ജി, അതായത് ജി ഇൻറ്റു എം പ്ലസ് എം. അപ്പോൾ നമുക്ക് എഫ് കോസ് തീറ്റ അറിയാം, എഫ് സൈൻ തീറ്റ അറിയാം. ചെറിയ ഡിലേ ഉണ്ടാവും ഗൈസ്, ഒന്ന് ബാറ്ററി മാറ്റിക്കോട്ടെ. ഓക്കെ, പ്ലീസ് സ്റ്റേ വിത്ത് മീ. നിങ്ങൾക്ക് ഒരുപാട് ട്രിക്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ. എഫ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എന്നുണ്ട്, എഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ജി പ്ലസ് സ്മോൾ എം ജി എന്നുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് കോസ് ഉണ്ട്, നമുക്ക് സൈൻ ഉണ്ട്. ട്രിഗ്നോമെട്രി എങ്ങനെയാണ് നമ്മളൊരു കോസും സൈനുള്ള ഇക്വേഷൻ നമുക്ക് ആൻസർ ഡിറൈവ് ചെയ്യുക? നമുക്ക് പല രീതികളുണ്ട് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടും ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2/1 ചെയ്താൽ നമുക്ക് tan തീറ്റ എന്ന് കിട്ടും. പക്ഷേ അതിനേക്കാൾ സുഖമുള്ളൊരു മെത്തേഡ് ഉണ്ട്. നമുക്കറിയാം എന്ത്? sin square x plus cos square x is equal to 1 ആണെന്ന് നമുക്കറിയാം. sin square x plus cos square x is equal to 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ sin square തീറ്റ പ്ലസ് cos square തീറ്റ എന്നുള്ളത് പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഇത് നിങ്ങൾക്ക് പ്രാക്ടീസാണ് കിട്ടുക. അപ്പോൾ ഇനി മനസ്സിലാക്കി വെക്കുക, കോസും സൈനും ഒരുമിച്ച് വരുന്ന ഒരു ഇക്വേഷനിൽ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സോ ഞാൻ റൈറ്റ് LHS RHS സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാണ്. സോ എഫ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഞാൻ രണ്ട് ഇക്വേഷനെയും സ്ക്വയർ ചെയ്തു, LHS RHS ആഡ് ചെയ്യാം കേട്ടോ. രണ്ട് ഇക്വേഷനും ഞാൻ സ്ക്വയർ ചെയ്തു, LHS RHS ആഡ് ചെയ്യാണ്. സോ എഫ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്തു എം സ്ക്വയർ ജി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ജി സ്ക്വയർ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ്റെ RHS. സെക്കൻഡ് ഇക്വേഷൻ്റെ RHSO ജി സ്ക്വയർ ഇൻറ്റു എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ. ജി സ്ക്വയർ ഇൻറ്റു എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി എഫ് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എഫ് സ്ക്വയർ പുറത്തോട്ട് വന്നാൽ ഉള്ളിൽ ആരുള്ളത്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വട്ട് ഇസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് 1. അപ്പോൾ ബാക്കി എന്ത് വന്നു? സോ എഫ് സ്ക്വയർ
ബാക്കി എന്ത് വന്നു എഫ് സ്ക്വയർ. സോ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഞാൻ ജി സ്ക്വയറിനെ മൊത്തത്തിൽ അങ്ങ് പുറത്തോട്ട് എടുക്കുകയാണ്. ജി സ്ക്വയർ ഇൻറ്റു എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ, എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. രണ്ട് ഭാഗത്ത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റൂട്ട് ഓഫ് എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. അങ്ങനത്തെ ഒരു ആൻസർ ഉണ്ട്, ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ഏത് ആൻസർ? ഡി. സോ ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ക്ലാമ്പ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റൂട്ട് ഓഫ് എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ജി ഇൻറ്റു റൂട്ട് ഓഫ് എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ക്ലിയർ ആണോ ഗൈസ്? ഒന്നുമില്ല. നമ്മൾ ആകെ ചെയ്തെന്താ? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ലോസ് ഓഫ് മോഷന് ഏത് ക്വസ്റ്റൻ ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കും. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് വേണ്ട ഫോഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ബിറ്റ് ടഫാന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ്, അത് ഞാൻ സമ്മതിക്കും. ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ബിറ്റ് ടഫ്. പക്ഷേ നമുക്ക് എൻട്രൻസിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയല്ല ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഭാഗം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് എൻട്രൻസിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിങ്ങനെയല്ല ചെയ്യുക. നമുക്കറിയാം. നമ്മൾ മുമ്പ് പല ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സിലെ ഒരു ട്രിക്കാണ് എന്ത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്പെഷ്യൽ കേസിനെ മാറ്റിയിട്ട് എന്താക്കും? ജനറൽ കേസിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കും? സ്പെഷ്യൽ കേസ് ആക്കും. ജനറൽ കേസിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കും? സ്പെഷ്യൽ കേസ് ആക്കും. ഓക്കെ, അപ്പം ഈ ജനറൽ കേസിനെ മാറ്റിയിട്ട് ഞാൻ സ്പെഷ്യൽ കേസ് ആക്കുകയാണ്. എക്സാമ്പിൾ ഇതാ, ഞാൻ ഇതുവരെ എഴുതിയതെല്ലാം മായ്ക്കുകയാണ്. നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ മായ്ച്ചിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. സപ്പോസ് ഐ അസ്യൂം ദാറ്റ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0. ഞാൻ അസ്യൂം ചെയ്യാണ് ക്യാപിറ്റൽ എം 0 ആണെന്ന്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്നോ? ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കണ്ട? പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. എന്നിട്ട് ഞാൻ എൻ്റെ ഇത് നമുക്ക് എങ്ങനെ സെക്കൻഡ്സ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ക്ലിയർ ആണ്? എക്സാമിന് വന്നാൽ ചെയ്യാൻ കിട്ടില്ല. എക്സാമിന് വന്നാൽ ചെയ്യാൻ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു കോമൺ വേ ആണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു ക്വസ്റ്റ്യൻ ലോസ് ഓഫ് മോഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരക്കേണ്ടത്. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എടുത്തു ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരിച്ചു വരാം. ഞാൻ അസ്യൂം ചെയ്യാണ് ക്യാപിറ്റൽ എം 0 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ക്യാപിറ്റൽ എം 0 ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ എന്തിനാ അസ്യൂം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഇനി ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എനി എം, അതായത് ഈ എം എന്ന് പറഞ്ഞാൽ എത്രയാവാം? അത് 1 kg ആവാം, 2 kg ആവാം, 3 kg ആവാം, 4 kg ആവാം, എന്തും ആവാം. അപ്പോൾ അതിന് എന്തും ആവാം? 0 ആവാം. ഓക്കെ, സോ അത് ഏത് എമ്മിനും ട്രൂ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഫോർ 0 ഓൾസോ ഇറ്റ് ഷുഡ് ബി ട്രൂ. ദിസ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എമംഗ് ദീസ് ഇഫ് ഇറ്റ്സ് റൈറ്റ്, അത് ഏത് എമ്മിനും ട്രൂ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രൂ ഫോർ 0 ഓൾസോ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ട്രൂ ഫോർ 0 ഓൾസോ. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്തു ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്ത ഈ ക്വസ്റ്റ്യൻ സുഖസുന്ദരമായ ഒരു ക്വസ്റ്റൻ ആണ്. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് ഓപ്ഷൻ ചെയ്താൽ ഇവിടുത്തെ വെയിറ്റ് പോയി. ഇവിടെ വെയിറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ടെൻഷൻ ഇല്ല. വെയിറ്റ് ഉണ്ടെങ്കിലേ പിടിച്ച് വലിക്കാൻ പറ്റുള്ളൂ. വെയിറ്റ് ഉണ്ടെങ്കിലേ ടെൻഷൻ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ ഇല്ല. ആകെയുള്ള ഇതിലുമുള്ള ഇവിടെയൊന്നും ടെൻഷൻ ഇല്ല. ആകെയുള്ള ഫോഴ്സ് എന്താണ്? ആകെ ഈ ക്ലാമ്പ് കൊടുക്കുന്ന ഫോഴ്സ് എന്തിൻ്റെയാണ്? ഈ പുള്ളിയുടെ വെയിറ്റ് മാത്രമാണ്. ശരിയല്ലേ? ക്യാപിറ്റൽ എം ഈക്വൽ ടു 0 ആണെങ്കിൽ capital M is equal to 0 ആണെങ്കിൽ ഇവിടെ എന്തില്ല? ഈ വെയിറ്റ് ഇല്ല, ഈ ടെൻഷനും ഇല്ല. ഓക്കെ, അപ്പം ആകെ പിന്നെ ഇവിടെയുള്ള ഫോഴ്സ് എന്താ? ഈ ക്ലാമ്പ് സപ്പോർട്ട് ചെയ്യേണ്ട ഫോഴ്സ് എന്തിൻ്റെ ഫോഴ്സ് മാത്രമാണ്? ദാറ്റ് ഈസ് ഈ പുള്ളിയുടെ വെയിറ്റായ mg മാത്രമാണ്. സോ ഇഫ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താ? നമുക്ക് കിട്ടേണ്ടത് എഫ് ഇസ് ഈക്വൽ ടു mg എന്ന് കിട്ടണം. ക്യാപിറ്റൽ എം 0 ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു സ്മോൾ mg എന്ന് കിട്ടണം. അതെല്ലാവർക്കും ക്ലിയർ ആണോ? ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു സ്മോൾ mg എന്ന് കിട്ടണം. അത് ക്ലിയർ ആണോ? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് ഓപ്ഷനിലോട്ട് കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി. ദിസ് എൻറ്റയർ ടേം ബിക്കം 0. എ കനോട്ട് ബി ദി ആൻസർ. ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബിയിൽ ക്യാപിറ്റൽ എം എ ഇല്ല. അപ്പോൾ അത് എന്തായാലും ആൻസർ അല്ല. ബിക്കോസ് ദ ഫോഴ്സ് ഓൺ ദി സപ്പോർട്ടഡ് ബൈ ദി ക്ലാമ്പ്
force support provided by the clamp will be dependent on capital M. So B is also not the answer. Option C നോക്കുക. ഓപ്ഷൻ സിയിൽ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി ബാക്കി? ദറ്റ് ഈസ് ജി ഇൻറ്റു റൂട്ട് ഓഫ് 0 പ്ലസ് എം സ്ക്വയർ, ദറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. അപ്പം ജി ഇൻറ്റു റൂട്ട് 2m എന്ന് വരും, അതായത് റൂട്ട് 2mg എന്ന് വരും. അതാണോ നമുക്ക് വേണ്ടത്? അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നാണ് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നാണ് വേണ്ടത്. സോ സി ഈസ് ഓൾസോ നോട്ട് ദി ആൻസർ. ഓപ്ഷൻ ഡിയിലോട്ടൊന്ന് നോക്കിയേ. ഓപ്ഷൻ ഡിയിൽ ഞാൻ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 0 ആയി, ഇതും ക്യാപിറ്റൽ എം ആണ്, അതും 0 ആയി. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എം സ്ക്വയർ മാത്രമേ ഉള്ളൂ. എം സ്ക്വയറിൻ്റെ റൂട്ട് എന്താ? എം. അപ്പം ബാക്കി ഇതെന്തായി? എം ജി. എഫ് ഇസ് ഈക്വൽ ടു എം ജി. അതല്ലേ നമുക്ക് കിട്ടേണ്ടത്? എഫ് ഇസ് ഈക്വൽ ടു എം ജി. സോ വെനെവർ ഐ ഗീവ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 0 ഐ നീഡ് ടു ഗെറ്റ് ദി ആൻസർ എഫ് ഇസ് ഈക്വൽ ടു എം ജി. നിങ്ങൾ രണ്ടിൻ്റെ വ്യത്യാസം നോക്കിയേ. ഇത് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രവും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യമാണിത്. ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. എന്ത് സുഖം അത്, ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇസ് ദീസ് കോൺസെപ്റ്റ് ക്ലിയർ ടു എവ്രി വൺ? ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ? അതാണ്, ഇത്രയ്ക്ക് സിമ്പിളാണ്. അതാണ് ഫസ്റ്റത് വേണ്ട. ഓക്കെ, ഫസ്റ്റത് വേണ്ട. അതായത് നമുക്ക് പല ക്വസ്റ്റ്യൻസും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ഈ രീതി ചെയ്യാൻ പറ്റും. അത് മാർക്ക് മൈ വേർഡ്സ്, അത് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനത്തെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഒരുപാട് ടേംസ്, അതായത് ഇപ്പം നമ്മൾ ഡയമെൻഷൻ, അതുപോലെ ഈ ജനറൽ ടു സ്പെഷ്യൽ. ഇപ്പോൾ ജനറൽ ടു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു കാര്യമാണ്. ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് വെരി 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 യൂസ്ഫുൾ. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ട്രിക്കാണത്. അതുകൊണ്ട് ഞാനത് പല ക്ലാസ്സിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് കുട്ടികൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. എന്ത്? അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ട്രിക്ക് ഉപയോഗിക്കണം എന്ന് മനസ്സിലാവുക എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റാപ്പിഡ് ഫയർ സെഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ട്രിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ടാണ്, നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചിലർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ പുള്ളി പ്രോബ്ലംസിലും ഇത് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനത്തെ പ്രോബ്ലംസിലാണ് ഇത് അപ്ലിക്കബിൾ ആവാന്ന് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് മാത്രമല്ല, ഇത് ജനറലായിട്ട് നമുക്ക് ഏത് ക്വസ്റ്റൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. ജനറലായിട്ട് നമുക്ക് ഏത് ക്വസ്റ്റനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ഇന്നേ വരെയുള്ള ക്ലാസ്സിൽ നമ്മൾ പലതവണ ഈ ട്രിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമായി നമ്മൾ ഈ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതേ ട്രിക്ക് ഡോപ്പയിൽ ഡിസ്കസ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദിസ് ഇസ് ദി ടൈം. അടുത്ത മാസം നിങ്ങൾ നീറ്റ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ നീറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണത് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അത് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ കേട്ടോ. പെട്ടെന്ന് കാണിച്ചു തരാം, വേഗം ആൻസർ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം നോക്ക് ആൻസർ പറയാം. a block of mass conventional way ചെയ്യരുത് കേട്ടോ. ഇത് ട്രിക്സിന് വേണ്ടി മാത്രമുള്ള സെഷനാണ്. കാരണം നമുക്ക് ടഫ് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 30 മീഡിയം ആൻഡ് ഈസി ഉണ്ടാവും, 30 മീഡിയം ടു ഈസി ഉണ്ടാവും, ബാക്കി 15 ടഫ് ഉണ്ടാവും. ആ 15 ടഫിൽ ഒരു 5 എണ്ണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്ത് ലാഭമായിരിക്കും അല്ലേ? 15 എണ്ണത്തിൽ 5 എണ്ണം നമുക്ക് ഇങ്ങനത്തെ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്ത് ലാഭമായിരിക്കും? ബാക്കി 10 എണ്ണത്തിൽ ഒരു 3 എണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ടഫിൽ തന്നെ 8-9 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, മൊത്തം ടഫിലെ 15 9 or 10 ഇസ് എ വെരി ഗുഡ് സ്കോർ. അപ്പോൾ അതിൽ 5 എണ്ണം നമുക്ക് ട്രിക്ക് വെച്ച് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് നൈസ്. പെട്ടെന്ന് നോക്കി ആൻസർ പറ. A block of mass m is pulled along a horizontal frictional surface by a rope of mass small m. Force P is applied at one end of the rope. The force which the rope exerts on the block is പറഞ്ഞോ. ഇത് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഇത് നമ്മളെങ്ങനെ ഓപ്ഷൻ വെച്ച് ഇതാക്കുക. ഫസ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഫോഴ്സ് പി ഈസ് എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പുൾഡ് അലോങ് ഹൊറിസോണ്ടൽ ഫ്രിക്ഷണൽ സർഫസ് ബൈ എ റോപ്പ് ഓഫ് മാസ് എം. വേണമെങ്കിൽ ജസ്റ്റ് ചിത്രം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ചിത്രം വരച്ചുതരാം. നോക്കാം, ഇത് നമ്മൾ റാപ്പിഡ് ഫയർ സെഷൻ ആട്ടോ. പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. നോക്ക്, ഇതാണ്. ഇതെന്തിനാണ് ഈ റാപ്പിഡ് ഫയർ സെഷൻ ഇൻക്ലൂഡ് ചെയ്ത് പറയുമോ? നിങ്ങൾ ടു ബിക്കം സെൻസിറ്റൈസ്ഡ്
ടു സച്ച് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ട്രിക്ക് പോയി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ ക്യാപിറ്റൽ എം ഉള്ളൊരു ഇതുണ്ട്, അതിനെ ഞാൻ സ്മോൾ എം ഉള്ള റോപ്പ് പിടിച്ച് വലിക്കുകയാണ്. ഇവിടെ ഞാൻ ഫോഴ്സ് പി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ റോപ്പ് ഈ മാസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോക്കുക. ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. പി ഡിവൈഡഡ് ബൈ മാസ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസിന് എന്തായിരിക്കില്ല ഡയമെൻഷൻ? ഫോഴ്സിന് ഡയമെൻഷൻ ആയിരിക്കില്ല, കാരണം പിക്ക് ഡയമെൻഷൻ ഫോഴ്സിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ, ഒരുപാട് പേര് സി എന്ന് ആൻസർ പറഞ്ഞാൽ നമുക്ക് നോക്കാം. സി ആണോ ആൻസർ കറക്റ്റ്? സി ആണ് കറക്റ്റ്, നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായി. ഓക്കെ, നോക്കാം. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ പീൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ പീനെ മാസ്സായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ആയിരിക്കില്ല. നമുക്കിവിടെ ഫൈനൽ കിട്ടേണ്ട ക്വാണ്ടിറ്റി എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെതായിരിക്കണം. ഇവിടെ നമ്മൾ ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം വാട്ട് എവർ ബി ഇറ്റ്സ് ഡയമെൻഷൻ വിൽ നോട്ട് ബി ദാറ്റ് ഓഫ് ഫോഴ്സ്. സോ ഓപ്ഷൻ എ ഈസ് റോങ്. ഓപ്ഷൻ എ ഈസ് റോങ്. ഓപ്ഷൻ ബിയിലോട്ട് വന്നു. ഓപ്ഷൻ ബിയിൽ ഞാൻ ഫോഴ്സിനെ മാസ് ഇൻറ്റു മാസ് പ്ലസ് മാസിൽ ഡിവൈഡ് ചെയ്തു. അതായത് ഫോഴ്സിനെ മാസ് സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫോഴ്സിനെ മാസ് സ്ക്വയർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ആയിരിക്കുമോ? അതിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ആയിരിക്കില്ല. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഞാൻ ഡയമെൻഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഞാൻ ഡയമെൻഷൻ വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ സിയിലോട്ട് വരികയാണ്. ഓപ്ഷൻ സി നോക്കിയേ, ഫോഴ്സ് ഇൻറ്റു മാസ് ബൈ മാസ് പ്ലസ് മാസ്. അപ്പോൾ ഈ മാസും കട്ടായി പോകും. ഇതിൻ്റെ ഡയമെൻഷൻ എന്തായാലും ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ സി കറക്റ്റ് ആകാം. ഡിയിലും ഞാൻ എന്ത് ചെയ്തു? ഫോഴ്സ് ഇൻറ്റു മാസ് ബൈ മാസ് മൈനസ് മാസ്. ഫോഴ്സ് ഇൻറ്റു മാസ് ബൈ മാസ് മൈനസ് മാസ്. അഗെയിൻ മേളിലൊരു മാസ് ഉണ്ട്, താഴെ ഒരു മാസ് മൈനസ് മാസ് ഉണ്ട്. അത് രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ ഡയമെൻഷൻ വിൽ ബി അഗെയിൻ ദാറ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ സി ക്യാൻ ബി ഡയമെൻഷനലി കറക്റ്റ്, ഡി ഓൾസോ ക്യാൻ ബി ഡയമെൻഷനലി കറക്റ്റ്. സി ക്യാൻ ബി ഡയമെൻഷനലി കറക്റ്റ്, ഡി ഓൾസോ ക്യാൻ ബി ഡയമെൻഷനലി കറക്റ്റ്. ഇനി സി ആണോ ഡി ആണോ നമുക്ക് അറിയേണ്ടത്. അതിന് ഞാൻ അടുത്ത ട്രിക്ക് ഉപയോഗിക്കുകയാണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഈ ജനറൽ കേസിനെയും സ്പെഷ്യൽ കേസിനെയും ഈ ജനറൽ കേസിനെ ഞാൻ സ്പെഷ്യൽ കേസാക്കി മാറ്റുകയാണ്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്ന സ്പെഷ്യൽ കേസ് എന്താണ്? ഐ അസ്യൂം ദാറ്റ് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം. എന്തുകൊണ്ട് ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം അസ്യൂം ചെയ്തു? എന്തുകൊണ്ട് അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു ഓപ്ഷനിൽ എം മൈനസ് എം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവും. ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുത്തു. അസ്യൂം ചെയ്യാം ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുത്തു. അതിനർത്ഥം ഞാൻ എന്താ? സപ്പോസ് 5 കിലോ ഉള്ളൊരു ബ്ലോക്ക് ഉണ്ട്, അതിന് ഞാൻ 5 കിലോ ഉള്ളൊരു കയറായിട്ട് തന്നെ പിടിച്ച് വലിക്കുകയാണ്. 5 കിലോയുടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഞാൻ അതിനെ 5 കിലോ തന്നെയുള്ളൊരു കയറായിട്ട് പിടിച്ച് വലിക്കുകയാണ്. ഓക്കെ, 5 കിലോ തന്നെയുള്ളൊരു കയറായിട്ട് പിടിച്ച് വലിക്കുകയാണ്. അത്രേ ഉള്ളൂ അതിനർത്ഥം. ഇനി നോക്കുക, ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ സി എന്തായി? ഓപ്ഷൻ സി ഈസ് പി ഇൻറ്റു എം ബൈ എം പ്ലസ് എം. ദാറ്റ് ഈസ് പി എം ബൈ എമ്മക്ക് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം ആണെങ്കിൽ 2m എന്നാവും. അപ്പോൾ ഇത് p/2 എന്ന് കിട്ടും. ഓപ്ഷൻ ഡിയോ പി ഇൻറ്റു എം ബൈ എം മൈനസ് എം. ഹിയർ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം ആണെങ്കിൽ എം മൈനസ് എം ഈസ് ഈക്വൽ ടു 0. എനി നമ്പർ ഡിവൈഡ് ബൈ 0 ഈസ് ഇൻഫിനിറ്റി. സോ ഐ വിൽ ഗെറ്റ് ദി ആൻസർ ഡി ആസ് ഇൻഫിനിറ്റി. 5 കിലോ ഉള്ളൊരു ബ്ലോക്കിനെ 5 കിലോ തന്നെ ഉള്ളൊരു കയറ് ഇട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കയർ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻഫിനിറ്റി ആവുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് ഫോഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമല്ലേ? 1 കിലോ ഉള്ളൊരു ബ്ലോക്ക് എടുക്കുക, 1 കിലോ ഉള്ളൊരു കയർ എടുക്കുക, എടുത്ത് വലിക്കുക. അപ്പോൾ ഈ കയർ ബ്ലോക്ക് മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻഫിനിറ്റി ആയിരിക്കും. അത് ശരിയാവാൻ യാതെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ട്രിക്സ് ഉപയോഗിക്കുക. ക്ലിയർ അല്ല? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒഴിവാക്കിയത് മനസ്സിലായോ? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒഴിവാക്കിയത് മനസ്സിലായോ? ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ഈസ് ഡയമെൻഷനലി റോങ്. സോ ഓപ്ഷൻ എനെയും ഓപ്ഷൻ ബിനെയും ഞാൻ ഒഴിവാക്കി. പിന്നെ ഡയമെൻഷനലി കറക്റ്റ് ഉള്ള 2 സാധനങ്ങളാണുള്ളത്. ഡയമെൻഷനലി കറക്റ്റ് ഉള്ള ഓപ്ഷൻ സിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. ഡയമെൻഷനലി കറക്റ്റ് ഉള്ള ഓപ്ഷൻ സിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് എനിക്ക് ആൻസർ മനസ്സിലാവേണ്ടത്? അപ്പോൾ അത് നമുക്ക് ഡയമെൻഷൻ വെച്ചിട്ട് മനസ്സിലാവില്ല എന്ന് ക്ലിയർ ആയി. അപ്പോൾ ഞാൻ എന്ത് അസ്യൂം ചെയ്തു? ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് അസ്യൂം ചെയ്തു. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് അസ്യൂം ചെയ്താൽ ഈ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുള്ളതിൽ 2 ഡിഫറെൻറ്റ് മാസസ് ഇല്ല, ഒറ്റ മാസേ ഉള്ളൂ. 2 ഡിഫറെൻറ്റ് മാസം ഇല്ല, ഒറ്റ മാസേ ഉള്ളൂ. ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൻ്റെ മാസ് 5 കിലോ ആണെങ്കിൽ ഞാൻ ഈക്വൽ മാസുള്ള 5 കിലോ ഉള്ള ഒരു ഒബ്ജക്റ്റായിട്ട് പിടിച്ച് വലിച്ചു. ഒബ്ജക്റ്റായിട്ട് എടുത്ത് വലിച്ചു. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റായിട്ട് പിടിച്ച് വലിച്ചെങ്കിൽ ഓപ്ഷൻ സിയിൽ എനിക്ക് കിട്ടുന്നത് ആ ഫോഴ്സ്
if those two masses are equal, force exerted by the rope on the mass, I get it as P by 2. Option C, I get it as P by 2. Whatever bit, that's എന്തെങ്കിലുമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതേപോലെ ഡിയിലും നോക്കി. ഡിയിൽ ഞാൻ 2 മാസ് ഈക്വൽ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ m is equal to m എന്ന് കൊടുക്കുമ്പോൾ m minus m is equal to 0 എന്നാവും, and the denominator is 0, so the entire term becomes infinity, and it is not possible. In classical mechanics, infinity is not a thing that is possible. Infinity classical mechanics lalla, real life le evide infinity is not thing that is possible. Infinity possible ആവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അത് നമുക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? ഇത് തൽക്കാലം എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? നൗ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. മുഹമ്മദ് അൻസിൽ ചോദിക്കുന്നുണ്ട് m is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാലോ? m is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് മാസിനെ m is equal to 0 എന്ന് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. നിങ്ങൾ കൊടുത്തു നോക്കൂ. അത് കൊടുത്തു നോക്കിയാൽ ആൻസർ കിട്ടൂല. കാരണം എന്താ, ആ ബ്ലോക്കിന് അങ്ങനത്തെ ഒരു ബ്ലോക്കേ ഇല്ല. m is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ m is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്ലോക്കേ ഇല്ല. അങ്ങനത്തെ ഒരു ബ്ലോക്കേ ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മളിതിനെ വലിക്കുമ്പോൾ എന്താ പ്രശ്നം? ആ റോപ്പ് വലിക്കുന്നത് അവിടെ ആ റോപ്പിനെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ഒരു ഏരിയ ഇല്ല. ഓക്കെ, ഇനി m is equal to 0 എന്ന് കൊടുത്തിട്ടും ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, m is equal to 0 എന്ന് കൊടുത്താലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എപ്പോഴും നമ്മൾ അങ്ങനത്തെ വാല്യൂസ് കൊടുക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് എന്താണ്, അതിൻ്റെ ഫിസിക്കൽ മീനിങ് എങ്ങനെ മാറി. ഓക്കെ, അതിൻ്റെ ഫിസിക്കൽ മീനിങ് എങ്ങനെ മാറി. സോ ഫിസിക്കൽ മീനിങ് ഈ ഒരു കേസിൽ ഇപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി കിട്ടാൻ, ഞാൻ ഇവിടെ ഈ കേസിൽ m is equal to m എന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാരണം പറഞ്ഞു. ബിക്കോസ് വെനെവർ ഐ സി ഡിനോമിനേറ്ററിൽ ഞാൻ ഇങ്ങനത്തെ സാധനം കണ്ടു, അത് സന്തോഷമായി എനിക്ക്. ഡിനോമിനേറ്ററിൽ അങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ, കാരണം എനിക്ക് ആ ഓപ്ഷനെ ഡയറക്റ്റ് എന്താക്കാം, ഇൻഫിനിറ്റി ആക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണോ ഗൈസ്? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ സമയം പോയി, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ട് പോയാൽ മതി. ക്ലിയർ അല്ലേ? സമയം എത്രയായി? 9:20 ആയില്ലേ? നമുക്ക് അതിൻ്റെ പേണ്ടേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് റീച്ചസ് ദി മാക്സിമം height h in time t. The height of the particle at any time t less than the 7 അല്ല കേട്ടോ, the t less than capital T less than capital T. ഓക്കെ, T less than capital T, അതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, T less than capital T. അങ്ങനെയാണെങ്കിൽ ഏതൊരു ടൈമിലെയും എന്താണ് നമുക്ക് വേണ്ടത്? ഓക്കെ, ഏതൊരു ടൈമിലെയും നമുക്ക് എന്താണ് വേണ്ടത്? ഹൈറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം, അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവർ മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട്, പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റ് അവർ തന്നിട്ടുണ്ട്. ആ ഹൈറ്റിലെത്താൻ അത് എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട് T. അത് എടുക്കാൻ ടൈം തന്നിട്ടുണ്ട് T. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഹൈറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം T less than T will be. Height of the particle at any time T less than T will be. ഓക്കെ, T less than T will be. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുള്ള എന്താ, പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് മാക്സിമം ഹൈറ്റ് എച്ചും ടൈം അവിടെ എത്താൻ എടുത്ത ടൈം ടിയും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള ഏതോ ഒരു ടൈമിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഹൈറ്റാണ് വേണ്ടത്. ഓക്കെ, ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. സോ അസ്യൂം ചെയ്യുക. ഞാൻ ആദ്യം അസ്യൂം ചെയ്യുന്ന കാര്യം എന്താ, നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് ഇതിൽ നമുക്ക് എന്തൊക്കെ അസ്യൂം ചെയ്യാം. ഈ ചോദ്യത്തിൽ അവരെന്താ തന്നിട്ടുള്ളത്? ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്കിൽ നിന്ന് നമ്മളൊരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യാണ്, ഇത് എത്തുന്ന മാക്സിമം ഹൈറ്റ് എച്ചാ തന്നിട്ടുണ്ട്, അവിടെ എത്താണ്ടായിരിക്കുന്ന ടൈം ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റ് എനി ടൈം ടി നമുക്ക് ഇതിൻ്റെ ഹൈറ്റാണ് വേണ്ടത്. ഞാൻ അസ്യൂം ചെയ്യാൻ T is equal to 0 എന്ന് അസ്യൂം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? T is equal to 0 എന്ന് അസ്യൂം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? T is equal to 0 എന്ന് അസ്യൂം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? T is equal to 0 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തിട്ടേ ഇല്ല, അപ്പോൾ H is equal to 0 എന്ന് കിട്ടണം. ശരിയല്ലേ? അതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. T is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ H is equal to 0 എന്ന് കിട്ടണം. കാരണം പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തിട്ടേ ഇല്ല. T is equal to 0ൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ്. T is equal to 0ൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ്. അപ്പോൾ T is equal to 0 പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ T is equal to 0 I should get H is equal to 0. That's my first condition. സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ ഞാൻ T is equal to capital T എന്ന് കൊടുക്കുകയാണ്. സെക്കൻഡ് കണ്ടീഷൻ T is equal to capital T എന്ന് കൊടുക്കുകയാണ്.
ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുകയാണ്. അപ്പം ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? എച്ച് ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് കിട്ടേണ്ട ആൻസർ ദാറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ഈ സ്മോൾ എച്ച് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് അറ്റ് എനി ടൈം ടി. അപ്പം എച്ച് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി, ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി, ഐ നീഡ് ടു ഗെറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ദി മാക്സിമം ഹൈറ്റ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച്. ഓപ്ഷൻസിലൊന്ന് കൊടുത്തു നോക്കിയാൽ നമുക്ക് ഓപ്ഷൻസിൽ കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എയിൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എനിക്ക് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എനിക്ക് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. അപ്പം ഓപ്ഷൻ എയിൽ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് ജി ടി സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. എനിക്ക് എന്താ കിട്ടേണ്ടത്? എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓപ്ഷൻ എ ഈസ് റോങ്. നോക്കട്ടോ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസിലൊന്നും നമ്മൾ ഒരു ഇക്വേഷൻ പോലും എഴുതുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇക്വേഷൻ പോലും എഴുതുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അപ്പം ഓപ്ഷൻ എ ജി ഈക്വൽ ടു ടി ഇൻറ്റു ടി മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. ഞാൻ സ്മോൾ ടി ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ക്രൈറ്റീരിയ കേട്ടോ. ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓപ്ഷൻ എയിൽ ഞാൻ സ്മോൾ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ജി ടി സ്ക്വയർ എന്നാണ്. അതെനിക്കെല്ലാം എനിക്ക് കിട്ടേണ്ടത്. ഓപ്ഷൻ എ ഈസ് റോങ്. ഓപ്ഷൻ ബിയിലോട്ട് ഞാൻ വരികയാണ്. ഓപ്ഷൻ ബിയിൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? എച്ച് മൈനസ് ജി ഇൻറ്റു ടി മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പം ഈ ടി അതിൽ എന്താണ്? 0 ആണ്. ബാക്കി എന്തുണ്ട്? മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. മൈനസ് ടി ദ ഹോൾ സ്ക്വയർ ഈസ് ജി ടി സ്ക്വയർ. അപ്പോൾ എച്ച് മൈനസ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അവിടെ കട്ടെ, എച്ച് മൈനസ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, എച്ച് മൈനസ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഇതെങ്ങനെ വെക്കുക? ഇവിടെ ഒന്നോട്ടെ അല്ലേ, കുഴപ്പമില്ല. കേൾക്കുന്നില്ലേ? എച്ച് മൈനസ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഓപ്ഷൻ സിയിൽ ഞാൻ അഗെയിൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പം ഇവിടെ എന്താ വരിക? ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ഈ ടി എന്തായി? 0 ആയി. ബാക്കി എന്താ ഉള്ളത്? മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് എനിക്ക് കിട്ടി? ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഇതാണ് എനിക്ക് കിട്ടേണ്ടത്. അതല്ല, എനിക്ക് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ ഡിയിൽ ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തേ. അപ്പോൾ എന്ത് കിട്ടി? എച്ച് മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എച്ച് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. അതും അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ബി അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡി അവിടെ നിൽക്കട്ടെ. എയും സിയും എല്ലാം എനിക്ക് എന്തായാലും ഉറപ്പായി. കാരണം എന്താ? എച്ച് ഈസ് ഈക്വൽ ടു 0, ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നില്ല? എച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നില്ല. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നില്ല? എച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നില്ല. അപ്പോൾ എയും സിയും തെറ്റാണ്. ഈ ബിയും ഡിയും വേണമെങ്കിൽ എന്താവാം? 0 ആവാം. കാരണം എന്തായാൽ മതി? ഇത് എച്ച് മൈനസ് ജി ടി സ്ക്വയർ എന്നാണ്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ആണെങ്കിൽ ഈ ടേം മൊത്തം 0 ആവും. സിമിലർലി എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണെങ്കിൽ ഈ ടേമും 0 ആവും. ക്ലിയർ അല്ലേ? എച്ച് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ആണെങ്കിൽ ബി 0 ആവും. എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണെങ്കിൽ ഡിയും 0 ആവും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? എച്ച് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ ആണോ, എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണോ? അത് നിങ്ങൾക്ക് കണ്ണും കൂട്ടി അറിയാം. കാരണം നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്താണ് ഫ്രീ ഫോളും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഞാൻ ഇവിടുന്ന് മുകളിലോട്ട് എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒബ്ജക്റ്റ് തിരിച്ച് താഴോട്ട് ഫ്രീ ഫോളിലല്ലേ വരിക? അപ്പോൾ ആ വരാൻ ഇതെടുക്കുക ടൈം എത്രയാണ്? ഇത് മുകളിലോട്ട് പോകാൻ അടുത്ത ടൈം ടി ആണെങ്കിൽ തിരിച്ച് വരാൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? ടി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രീ ഫോളിൻ്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണ്. അതായത് എച്ച് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അപ്പം ഓപ്ഷൻ ബിയും അല്ല, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്രൈറ്റീരിയാസ് എഴുതി. പക്ഷേ ആക്ച്വലി ഇതിൽ ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. 2 ക്രൈറ്റീരിയാസ് എഴുതി, പക്ഷേ ഇതിൽ ആക്ച്വലി ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഈ ക്രൈറ്റീരിയ കറക്റ്റാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ കറക്റ്റാണ്. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി, എച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച്. ഒരുപാട് പേര് ഡി എന്ന് പറയുന്നുണ്ട്. സോ യു ആർ ഗെറ്റിംഗ് ദാറ്റ്. നിങ്ങൾക്ക് ആ ട്രിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാര്യം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിവിടെ എഴുതിയ ക്രൈറ്റീരിയ എന്താണ്? ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത സമയമായിട്ടത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എന്ത് സിമ്പിളാണോ? എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ആദ്യം എച്ച് മൈനസ് ഉള്ള ആൻസറേ കറക്റ്റ് ആവുള്ളൂ. കാരണം ഇതിനെല്ലാത്തിലും ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടൂല.
അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ തന്നെ ഓപ്ഷൻ എ ആണ് നോക്കിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ എനിക്ക് GT² എന്ന് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ബിയിൽ H- എന്തോ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം അപ്പം തന്നെ മനസ്സിലായി, എന്ത് H- ഉള്ള ആൻസറാണ് കറക്റ്റ് എന്ന്. H- ഉള്ള ആൻസറാണ് കറക്റ്റ് എന്ന് എനിക്ക് അവിടെ തന്നെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഞാൻ അവിടെ തന്നെ ഒഴിവാക്കി. പിന്നെ ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. അത് നിങ്ങൾ അത്യാവശ്യം പ്രോബ്ലം ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഏതൊരു ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോഴും ut plus half at² ഹാഫ് അവിടെ വരും. അപ്പോൾ H will be always equal to half GT², not GT². വെറും GT² അല്ല, അത് will be equal to half GT². So option D is the answer. Is it clear? ക്ലിയർ ആണോ? പെട്ടെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ. എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇപ്പോൾ ടൈം അത്യാവശ്യം 9:30 ആയി. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം ഇങ്ങനത്തെ. ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. MBBSന് ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷനോ? MBBSന് ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. MBBSന് നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയോ? ജസ്റ്റ് പെട്ടെന്ന് പറയാം, സമയമില്ലാത്തതിൻ്റെ അടുത്ത് ഇതും കൂടി പറയാൻ പാടില്ല. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഇതേ സമയത്ത് എന്താ പറയുക, എൻട്രൻസ് എഴുതി, നീറ്റിൻ്റെ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടി. ഇവിടെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പം എനിക്ക്, അതായത് ഞാൻ അന്ന് സോൾവ് ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനത്തെ ട്രിക്സ് ഉപയോഗിക്കുമായിരുന്നു. കാരണം എനിക്ക് അന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യമാണിത്. മെയിൻലി 2 ട്രിക്സ്, ഒന്ന് ഡയമെൻഷനും ഒന്ന് ഈ സാധനം, ഈ ജനറലിനെ സ്പെഷ്യൽ ആക്കുന്നതും. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച സാറടുത്ത് പോയിട്ട് ചോദിച്ചു, സാർ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, എനിക്ക് ഈ 2 ട്രിക്സ് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര. ഞാൻ അന്ന് ഈ 2 ട്രിക്സ് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 2 ട്രിക്സ് മാത്രമേ അന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഇത് എല്ലാവർക്കും അറിയണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോയത്. പക്ഷേ അന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലാസ് എടുക്കുന്ന ആ ഒരു സംഭവം എനിക്കിഷ്ടമായി. അങ്ങനെയാണ് എന്തായത്, ഞാൻ പിന്നെ എങ്ങനെ ക്ലാസ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയതാണ്. അന്ന് മുതലേ ഞാൻ ഇതിന് വിളിക്കുന്ന പേര് ജനറലിനെ സ്പെഷ്യൽ ആക്കുക എന്നുള്ളത്. കാരണം എനിക്ക് പണ്ട്, അതായത് അങ്ങനെയാണ് എനിക്ക് ഐഡിയ കിട്ടിയത്, ഒരു ജനറൽ കേസിനെ സ്പെഷ്യൽ കേസ് ആക്കുക. നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു പേര് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. കാരണം എനിക്ക് ആലോചിച്ചിട്ട് നല്ല പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്സിന്, ഈ ഒരു ട്രിക്കിന്, അതായത് ജനറൽ കേസിനെ സ്പെഷ്യൽ കേസ് ആക്കുന്നതിന് എന്തെങ്കിലും ട്രിക്കിന് പേര് നിങ്ങൾക്ക് ഇടാൻ പറ്റും, നല്ലൊരു പേരുണ്ടെങ്കിലും അതൊന്ന് പറഞ്ഞു തരണം. കാരണം നല്ലൊരു പേര് കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിന് പേര്. ഓക്കെ, ഞാൻ 5 കൊല്ലമായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഒരു ട്രിക്ക് പറയുകയാണ്. ആ ട്രിക്കിന് എന്നിട്ട് ഞാൻ പേര് പറയുന്നത് ഇത്രയും വലിയൊരു പേരാണ്, ജനറൽ കേസിനെ സ്പെഷ്യൽ കേസ് ആക്കുന്ന ട്രിക്ക്. ഒരു രസമല്ലല്ലോ അത്, ജനറൽ കേസിനെ സ്പെഷ്യൽ കേസ് ആക്കുന്ന ട്രിക്ക് എന്നൊക്കെ പറയുമ്പോൾ. നല്ലൊരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു പേരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, നമുക്ക് അത് കൺസിഡർ ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ തൽക്കാലത്തേക്ക് ഞാൻ വിട്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഈ PDF ഷെയർ ചെയ്ത് തരാം കേട്ടോ. വേറെ കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പ് കണ്ടതായിരിക്കും, ആൻസർ ഡയറക്റ്റ് കയറിയിട്ട് G tan alpha എന്ന് എഴുതരുത്. ഓക്കെ, ആൻസർ ഡയറക്റ്റ് കയറിയിട്ട് G tan alpha എന്ന് എഴുതരുത്. എനിക്കറിയാം അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്നും കൂടി വായിക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ പറയാം. അത് ഞാൻ നിങ്ങൾക്ക് PDF ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും നല്ല ക്വസ്റ്റ്യൻ ആണിത്, അതുകൊണ്ട് ഇത് ചെയ്യാം. അതുകൊണ്ട് ഇതൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ പെട്ടെന്ന്. ഇതിൻ്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ ഗൈസ്. വേഗം പറ. A projectile is fired vertically upwards from the surface of the earth with a velocity, ഇത് Q എന്നല്ല കേട്ടോ, ഇത് KV എന്നാണ്. where V is the escape velocity. അപ്പം velocity KV, where V is the escape velocity and K less than 1. If R is the radius of the earth, the maximum height to which it will rise measured from the center of the earth will be. Okay, measured from the center of the earth will be. കുറച്ച് സജഷൻസ് ഒക്കെ വരുന്നുണ്ട്, GST അങ്ങനത്തെ കുറച്ച് സജഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് നല്ലൊരു പേര്, ഏറ്റവും നല്ല ക്യാച്ച് ആയിട്ടുള്ളൊരു പേര് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് 5 വർഷമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഞാനിപ്പോൾ എന്നോടൊരാളൊന്ന് ചോദിക്കുകയാണ്, ഇതിലിപ്പോൾ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും അങ്ങനെ പറയാം, ജനറലിനെ സ്പെഷ്യൽ ആക്കുക, ഒരു സുഖമില്ല. ഓക്കെ, നോക്ക് ഈ ക്വസ്റ്റൻ നോക്ക്. If R is the radius of the earth, the maximum height to which it will rise measured from the center of the earth will be. നോക്കാം.
അപ്പം ഈ ക്വസ്റ്റൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് ട്രിക്ക് യൂസ് ചെയ്യാൻ? നമ്മൾ ഒരു പുള്ളി ക്ലാമ്പ് ചെയ്തിട്ട് അവിടുന്ന് തുടങ്ങിയതായിരുന്നു. ഒരു പുള്ളി ക്ലാമ്പ് ചെയ്തിട്ട് അവിടുന്ന് തുടങ്ങിയതായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് നമ്മൾ ഒരു 1 ഡയമെൻഷനിലെ ക്വസ്റ്റൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ ചെയ്തു, 1 ഡയമെൻഷനിലെ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തു. ഇതിൽ ഒരുപാട് പേര് ആൻസർ ബി എന്ന് പറയുന്നുണ്ട്. ഐ എം വെരി 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 ഹാപ്പി ടു സീ ദാറ്റ്. ബിക്കോസ് ഈ ഒരു റാപ്പിഡ് ഫയർ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. 4ാമത്തെ ക്വസ്റ്റൻ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റണം. ഈ റാപ്പിഡ് ഫയർ സെഷൻ കൊണ്ട് ആൻസർ ബി കറക്റ്റാണ്. ഈ 4ാമത്തെ ഓപ്ഷനിലോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരുപാട് പേര് ബി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഓക്കെ, ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. നോക്കുക, ഇതും കൂടി എങ്ങനെ ചെയ്യാൻ നമുക്ക് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ പലതരം ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ ഈ ട്രിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കുക. A projectile is fired vertically upwards from the surface of the earth with a velocity kve, where v is the escape velocity and k equal less than 1. If r is the radius of the earth, the maximum height to which it will rise measured from the center of the earth will be. The maximum height which it will rise measured from the center of the earth will be. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് കെ വി എന്നുള്ള വെലോസിറ്റി ആയിട്ട് ഞാനൊരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, കെ വി എന്നുള്ളൊരു വെലോസിറ്റി ആയിട്ട് നമ്മൾ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊരു പാർട്ടിക്കിൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുമ്പം ഏത് ഹൈറ്റിലെത്തും? അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം. ഞാൻ അസ്യൂം ചെയ്യാണ്, സപ്പോസ് അവർ പറഞ്ഞു കെ ഈസ് ഈക്വൽ ടു 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു. ഞാൻ അസ്യൂം ചെയ്യാണ് കെ ഈസ് ഈക്വൽ ടു 1 ഞാൻ അസ്യൂം ചെയ്തു. എന്തിനാ കെ ഈസ് ഈക്വൽ ടു 1 അസ്യൂം ചെയ്യുന്നത്? കെ ഈസ് ഈക്വൽ ടു 1 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കെ വി എന്ന് പറഞ്ഞാൽ എന്താ? അത് വി തന്നെയാണ്. കെ ഈസ് ഈക്വൽ ടു 1 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ മൈ എൻ്റെ സ്ക്രീന് പോയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ് ഗൈസ്, അഗെയിൻ എൻ്റെ സ്ക്രീന് പോയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്, തൽക്കാലം ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1 ഞാൻ അസ്യൂം ചെയ്യാണ്. കെ ഈസ് ഈക്വൽ ടു 1 ഞാൻ അസ്യൂം ചെയ്യണം. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1 അസ്യൂം ചെയ്താൽ കെ വി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് വി തന്നെയാണ്. കെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി തന്നെയാണ്. അപ്പം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റിയാണ്. എസ്കേപ്പ് വെലോസിറ്റിയിൽ ഞാനൊരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്കേപ്പ് വെലോസിറ്റിയിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് എവിടെ എത്തും? ഇറ്റ് വിൽ എസ്കേപ്പ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്, ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് വിൽ റീച്ച് infinity. So if I give k is equal to 1, the answer I should get should be infinity. K is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറിയുന്ന വെലോസിറ്റി, that is k is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറിയുന്ന വെലോസിറ്റി that is escape velocity. So if I throw something with a velocity of escape velocity, it will reach infinity. In other words, it will escape the gravitational field of earth. ഓപ്ഷൻസിൽ ഒന്ന് കൊടുത്തു നോക്കിയേ. ഇവിടെ ഞാൻ k is equal to 1 കൊടുക്കുകയാണ്. k is equal to 1 കൊടുത്താൽ 1 - 1/r, ഇത് 0 എന്ന് കിട്ടും. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി, ഇത് സി അല്ല, അത് ബിയും സിയും ഒന്നും അങ്ങോട്ട് മാറിയിട്ട് ഇതാണ് ബി, ഇതാണ് സി. ഇതാണ് സി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r/1 - k². k is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 is equal to 0, r - 0 is equal to infinity. So b is equal to infinity. B can be the answer. Option C, r into 1 - k², 1 - 1, 0, ഇത് 0 എന്നാവും. C is also not the answer. Option D, r/1 + k². 1 + k² എന്ന് പറഞ്ഞാൽ 1 + 1 എന്ന് പറഞ്ഞാൽ 2. 1 + 1² that is r/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ r/2 എന്ന് കിട്ടും. ഒറ്റ ഓപ്ഷനിൽ മാത്രമേ ഇൻഫിനിറ്റി എന്ന് കിട്ടുന്നുള്ളൂ. സോ ദ ആൻസർ ഇസ് ബി. സോ ദ ആൻസർ ഇസ് ബി. ക്ലിയർ ആണോ? സോ നമ്മൾ അവസാനം ചെയ്ത 5 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. അവസാനം ചെയ്ത 5 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒന്നും ഇക്വേഷൻസോ, ഈ ക്വസ്റ്റനൊക്കെ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം എഴുതേണ്ടി വരും. അപ്പോൾ ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. ഈ ക്വസ്റ്റനൊക്കെ നോക്കിയാൽ ഈ ക്വസ്റ്റനൊക്കെ എന്ത് സിമ്പിളായി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ട്രിക്സ് ഉപയോഗിക്കണം. ആൻഡ് again I am repeating, നല്ല എൻട്രൻസിന് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും. നല്ല ക്വസ്റ്റ്യൻസിന് ഉടായ്പ വഴികളുണ്ടാവും. ആ വഴികളാണിത്. ഓക്കെ, നല്ല എൻട്രൻസിന് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഈ നല്ല ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇങ്ങനത്തെ ഉടായ്പ വഴികളുണ്ടാവും. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 4ാമത്തെ ആൻസറിൽ അത് ബി എന്ന് പറഞ്ഞതോടെ അതിൽ നിങ്ങൾക്ക് 75% ഓഫ് ആൾക്കാർക്കും നിങ്ങൾക്ക് ആ സാധനം കത്തിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഐ എം വെരി ഹാപ്പി.
സോ ഈ ഒരു റാപ്പിഡ് ഫയർ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ? വാസ് ഇറ്റ് യൂസ്ഫുൾ ഗൈസ്? വാസ് ഇറ്റ് യൂസ്ഫുൾ? വാസ് ഇറ്റ് യൂസ്ഫുൾ? പ്ലീസ് റെസ്പോണ്ട് ടു മീ ഫാസ്റ്റ്. ആൻഡ് ദി പോയിന്റ് ഐ വിഷ് ടു കൺവേ, ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ഇങ്ങനത്തെ ട്രിക്സ് കൊണ്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റണം. സോ ഈ റാപ്പിഡ് ഫയർ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? അപ്പോൾ ഇനി നിങ്ങൾ ഗൈഡ്സ് എടുത്ത് നോക്കുക, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി അത് പറയാൻ സമയമില്ല, കാരണം നമുക്ക് അടുത്ത മാസം നീറ്റാണ്. അതുകൊണ്ട് ഈ സെഷനിൽ ഞാൻ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? സോ എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. നമുക്ക് സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഈ ഓൾറെഡി നമ്മൾ 1.5 hours ഇങ്ങോട്ട് പോകുന്നു. 1.5 hours പോകുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വൈൻഡപ്പ് ചെയ്യണ്ടേ? അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് എൻ്റെ ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് തൽക്കാലം നല്ല 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നല്ല 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. 3 identical particles പുള്ളി പ്രോബ്ലംസ് ഒക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിലാണ് ഇത് അപ്ലിക്കബിൾ എന്ന്. ഇത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഞാനൊരു ഫ്ലോ ചാർട്ടും കൂടി വരച്ചുതരാം. ഞാൻ ക്യാപ്സ്യൂളിലെ ക്ലാസ് എടുത്തപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ തുടങ്ങിയൊരു ഫ്ലോ ചാർട്ട് ഞാൻ റൊട്ടേഷൻ എടുത്തപ്പോൾ കംപ്ലീറ്റ് ആക്കാണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തി. ടൈം ഇസ് നോട്ട് എ മാറ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പറ്റാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ മൊത്തത്തിൽ ലാസ്റ്റ് ട്രിക്സ് മൊത്തത്തിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനൊരു ഫ്ലോ ചാർട്ടും കൂടി വരച്ചാലും നിങ്ങൾക്ക് അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ഓക്കെ, മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മോർ ആൻഡ് മോർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഗ്രാവിറ്റേഷനിലെ ക്വസ്റ്റ്യനാണ്. നോക്കുക. ടൈം ഇസ് നോട്ട് എ മാറ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്നാലും നോക്കാം ഗൈസ്, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സബ്സിക്വൻറ്റ് സെഷനിൽ ഇതിപ്പോൾ 10 മണി വരെയൊക്കെ നമുക്ക് മാക്സിമം എന്തായാലും ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. ഓക്കെ, മറ്റൊരു സെഷനിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ എനിക്ക് അവരെ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനിൽ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ പെട്ടെന്ന്. അപ്പം വീണ്ടും നമ്മൾ ട്രിക്സ് എന്നുള്ള ആ ഭാഗം എടുത്ത് ഒഴിവാക്കി. ഈ ഒരു ട്രിക്സിൻ്റെ കാര്യം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. ഡയമെൻഷൻ എന്നുള്ള ട്രിക്ക് നമ്മുടെ പറഞ്ഞിട്ടേ ഇല്ല, കാരണം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് തഴമ്പിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിവിടെ പറയുന്നത്. ഓക്കെ, ഡയമെൻഷൻ എന്നുള്ളൊരു എൻറ്റയർ ഹാഫ്, ഇത് ഒരു ഹാഫാണ്. ജനറൽ ടു സ്പെഷ്യൽ എന്നുള്ളതൊരു ഹാഫാണ്. മറ്റേ ഹാഫ് ഡയമെൻഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് അറിയുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോ നോക്കുക, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം. അപ്പോൾ 3 identical particles each of mass m move along a common circular path of radius r. Under the mutual interaction of each other, the velocity of each particle is. വീണ്ടും ഇതെന്താണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് ക്വസ്റ്റൻ ആണ്. എന്ത് ഇൻ്റഗ്രേറ്റേഷൻ ആണ് ഉള്ളത്? ഇവിടെ ഗ്രാവിറ്റേഷനും സർക്കുലർ മോഷനും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കുലർ മോഷനും ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ചിത്രം വരയ്ക്കാം കേട്ടോ. ഞാനൊരു ചിത്രം വരയ്ക്കാണ്. ഇതാണ് ആ സർക്കിൾ. ഈ സർക്കിളിനകത്ത് 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ ആ 3 പാർട്ടിക്കിൾസിനെ ഒരു ട്രയാങ്കിൾ പോലെ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, ട്രയാങ്കിൾ പോലെ റെപ്രസെൻ്റ് ചെയ്യാണ്. സോ നൗ സീ, ഞാൻ ഈ 3 പാർട്ടിക്കിൾസിന് ഒരു ട്രയാങ്കിൾ പോലെ റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ 3 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത? 3 പാർട്ടിക്കിൾസിൻ്റെ മാസ് m ആണ്.
3 പാർട്ടിക്കിൾസിൻ്റെ മാസ് എം ആണ്. സോ ഈ 3 പാർട്ടിക്കിൾസും നമ്മളെ സാറ്റലൈറ്റ്സ് ഒക്കെ കറങ്ങുന്ന പോലെ ഈ 3 പാർട്ടിക്കിൾസും എന്താണ്, ഈ കോമൺ സെൻറ്റർ ആൻഡ് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ. അത് സർക്കിളിൻ്റെ സെൻറ്ററാണ്, ട്രയാങ്കിളുടെ സെൻട്രോയിഡ് ആണ്. സർക്കിളിൻ്റെ സെൻറ്ററാണ്, ട്രയാങ്കിളുടെ സെൻട്രോയിഡ് ആണ്. അതിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. സോ ഈ 3 പാർട്ടിക്കിൾസിനും തമ്മിൽ എന്തില്ല, തമ്മിലൊരു വ്യത്യാസവുമില്ല. സോ ഈ 2 പാർട്ടിക്കിൾ തമ്മിൽ ഡിസ്റ്റൻസ് എ ആണെങ്കിൽ ഈ 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് എ ആയിരിക്കും. അതുപോലെ തന്നെ ഈ 2 പാർട്ടിക്കിൾ തമ്മിൽ ഡിസ്റ്റൻസ് എ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് സോ ദിസ് ഇസ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയോ? കാരണം ഈ 3 പാർട്ടിക്കിൾസും ഒരു സർക്കിളിന് ചുറ്റും വരുന്നതാണ്. സോ ദ സൈഡ് ഓഫ് ദാറ്റ് ട്രയാങ്കിൾ ഈസ് ഗിവൻ ആസ് എ. 3ൻ്റെ സൈഡ് നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്, എ എന്ന് തന്നിട്ടില്ല. അത് അങ്ങനെയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം എന്താണ്, ആ 3 പാർട്ടിക്കിളും സർക്കിളിലാണ് കറങ്ങുന്നത്. ആൻഡ് നാഫി ബിൻ സുലൈമാൻ പറയുന്നത് പോലെ ഈ 3 പാർട്ടിക്കിളിനും എന്താണ്, കോമൺ റേഡിയസ് ആണുള്ളത്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഞാൻ ഇവിടെയുള്ളൊരു പാർട്ടിക്കിളിനെ അസ്യൂം ചെയ്യാണ്. ഈ പാർട്ടിക്കിളിന് ഇവിടെയുള്ള പാർട്ടിക്കിളിന് എന്തൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും? ഈ മാസ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. നല്ല കളർ ചെയ്തുള്ളത്. ഈ മാസ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, സിമിലർലി ഈ മാസ് കാരണം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ്, സോ ഐ എം കോളിംഗ് ദിസ് പാർട്ടിക്കിൾ ആസ് എ, ദിസ് ആസ് ബി ആൻഡ് ദിസ് ആസ് സി. സോ എക്ക് ബി കാരണം ഇങ്ങോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, എക്ക് സി കാരണം ഇങ്ങോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ക്ലിയർ ആയോ? സോ അത് രണ്ടിൻ്റെ വാല്യൂ എത്ര എന്നൊക്കെ നമുക്കറിയാം. സോ തൽക്കാലം ഞാൻ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എഫ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതും എഫ് ആണ്, ഇതും എഫ് ആണ്, ഇത് രണ്ടും എഫ് ആണ്. ആൻഡ് ദീസ് 2 ഈക്വൽ വെക്ടേഴ്സ് ആർ സബ്റ്റൻഡിങ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? കാരണം ഇത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഇഫ് 2 vectors are equal, then we know that the resultant of those 2 vectors can be given as 2a cos theta by 2. If 2 vectors are equal, we know that the resultant of those 2 vectors can be given as 2a cos theta by 2. If 2 vectors are equal, then the difference of those 2 vectors can be given as പറഞ്ഞോ ഓപ്ഷനിൽ പറഞ്ഞോ കേട്ടോ, ചോദിച്ചാൽ മനസ്സിലായില്ലേ? 2 vectors are equal, then the difference of those 2 vectors can be given as, ഓപ്ഷനിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ തൽക്കാലത്തിന് if these 2 vectors are equal, then the sum or the resultant of those 2 vectors can be given as 2a cos theta by 2. ഇവിടെ എക്ക് പകരം എഫ്, cos theta by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 60 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 30, that is 2f into cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, √3/2. ഓക്കെ, √3/2, 2 നും പോയി, ബാക്കി എന്താ ഉള്ളത്, √3f. അപ്പോൾ ആ √3f ആണ് എന്തുണ്ടാവുക, റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, ഈ എഫിൻ്റെയും റിസൾട്ടൻ്റ് √3f ഈ ഡയറക്ഷനിലുണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം, അപ്പോൾ അതാണ് ഇവിടെ ഉള്ള ഒന്നാമത്തെ ഫോഴ്സ്. ഇനി ഏതൊരു നമ്മുടെ സാറ്റലൈറ്റ്സ് ഒക്കെ എടുത്തു നോക്കിയേ, സാറ്റലൈറ്റ്സോ എർത്തോ എങ്ങനെ എന്ത് കാര്യങ്ങളും എടുത്തു നോക്കിയേ. അപ്പം ആ എന്തൊരു സാധനം റൊട്ടേറ്റ് ചെയ്യാൻ കാരണം 2 ഫോഴ്സ് ഉണ്ട്. എന്ത് സാധനവും റൊട്ടേറ്റ് ചെയ്യാൻ 2 ഫോഴ്സ് ഉണ്ട്. ഒന്ന് ദാറ്റ് വിൽ ബി ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആൻഡ് സെക്കൻഡ് വൺ വിൽ ബി സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഒന്നും കൂടി പറയാൻ ഒന്നുമില്ലടാ, സിമ്പിളാണ്. നോക്കുക, പെട്ടെന്ന് പറയാം, സമയമില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഇതാണ് ആ ട്രയാങ്കിൾ കേട്ടോ. അപ്പം ഈ ഒബ്ജക്റ്റ് എനെ ബി ഇങ്ങോട്ട് എഫ് ഫോഴ്സിൽ വലിക്കുന്നുണ്ട്, സി ഇങ്ങോട്ട് എഫ് ഫോഴ്സ് വലിക്കുന്നുണ്ട്. ഈ എഫും ഈക്വലാണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ 2 equal vectors are subtending an angle of 60 degree between them. Then the resultant, that is 2a cos theta by 2, that is 2f cos 30. 2f cos 30 തന്നെ 2f into √3/2 is equal to √3f. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലാണ്ട് ഇനി ഇവിടെ ഉണ്ടാകുന്ന ആരാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സോ if the objects are rotating under mutual gravitational force, then centripetal force will be equal to gravitational force. Then centripetal force will be equal to gravitational force. Clear ആണോ? അതെല്ലാവർക്കും ക്ലിയർ ആണോ?
ഓക്കെ, സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ mv²/r. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇവിടുത്തെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ √3 × F. നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് √3 × F. ഓക്കെ, ഇനി mv²/r അത് അവിടെ തന്നെ നിൽക്കട്ടെ, ഈസ് ഈക്വൽ ടു √3 × F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ബി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സി ഒബ്ജക്റ്റ് എനെ പിടിച്ച് വലിക്കുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് Gmm/a². ഈ ഡിസ്റ്റൻസ് ഇസ് എ. സോ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം നമുക്കറിയാം ദാറ്റ് വിൽ ബി ഈക്വൽ ടു Gmm/a², ദാറ്റ് ഈസ് Gm²/a², കാരണം ബോത്ത് മാസ് ആർ ഈക്വൽ. സോ Gm²/a², ക്ലിയർ അല്ലേ? ഈ എമ്മും ഈ എമ്മും പോയി, ഈ എമ്മും ഈ എമ്മും പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആറിനെയും എനെയും റിപ്ലേസ് ചെയ്യണം. എ എന്നുള്ളൊരു ടേം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പലരും ചോദിക്കുന്നുണ്ട് ബി ആണോ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഫാത്തിമ നസറിൻ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ ഷെറിൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ബി ആണോ കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബി ആണോ കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ √3F ആണ് ഇവിടുത്തെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ ഇനി എ എന്നുള്ള ടേം നമ്മൾ അസ്യൂം ചെയ്താണ്. സോ നമുക്ക് എ എന്നുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സോ ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആണ് നമുക്കറിയാം. ഇത് എത്രയായിരിക്കും, ഇത് മൊത്തം എ ആണെങ്കിൽ ദിസ് വിൽ ബി a/2. വാട്ട് ഈസ് ദിസ് ആംഗിൾ, ഈ മൊത്തം ആംഗിൾ 60 ആണ്. സോ ഇതിൻ്റെ ബൈസെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ബൈസെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്താം, cos 30 ഈസ് ഈക്വൽ ടു, cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. cos 30 എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്, a/2. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, r. cos 30 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് വാല്യൂ, √3/2. സോ √3/2 ഈസ് ഈക്വൽ ടു a/2r. √3/2 ഈസ് ഈക്വൽ ടു a/2r. ഓക്കെ, √3/2 ഈസ് ഈക്വൽ ടു a/2r. സോ ഈ 2 ഉം പോയി, ബാക്കി r ഈസ് ഈക്വൽ ടു a/√3. ക്ലിയർ, r ഈസ് ഈക്വൽ ടു a/√3. ഓക്കെ, പേഴ്സണൽ നമ്പർ വേണം. പേഴ്സണൽ നമ്പർ ഞാൻ തരാം. സാധാരണ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുക്കാറില്ല, പക്ഷേ നിങ്ങൾ നീറ്റ് എഴുതാൻ ഓൺ ദി വേർജ് ഓഫ് ദി നീറ്റാണ്, നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളുണ്ട്, ഐ വിൽ ബി ദെയർ. ഓക്കെ, ഇതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ കേട്ടോ, 8848712872. ഓക്കെ, നിങ്ങൾ നീറ്റ് എഴുതാൻ വേണ്ടി വെർജിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, 8848712872 അതാണ് എൻ്റെ നമ്പർ. ഓക്കെ, സോ ഇതാ mv²/r ഈസ് ഈക്വൽ ടു എന്ത് എഴുതി നമ്മൾ, √3 Gm/a² എന്ന് എഴുതി. ഇനി ഈ ആറിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, ആറിന് പകരം ഞാൻ a/√3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ആറിന് പകരം a/√3 എന്ന് കൊടുക്കുന്നതാണോ √3 പകരം a/r എന്ന് കൊടുക്കുന്നതാണോ നല്ലത്? നമുക്ക് എന്താ ഒഴിവാക്കേണ്ടത്, നമുക്ക് ഒഴിവാക്കേണ്ടത് a ആണ്. സോ ഞാൻ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, √3r എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ v²/r ഈസ് ഈക്വൽ ടു √3 × Gm/a². എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടി, a ഈസ് ഈക്വൽ ടു r√3 എന്ന് കിട്ടി. സോ ഞാൻ ഇവിടെ അത് കൊടുത്തു. സോ a² എന്തായിരിക്കും, r², √3² ഈസ് ഈക്വൽ ടു 3. √3² ഈസ് ഈക്വൽ ടു 3. അപ്പം ഈ ആറും ഈ r² പോയി, ഈ ആറും ഈ r² പോയി, ഈ √3 ഈ 3 പോയി, ബാക്കി എന്താ ഉള്ളത്, √3 ഉള്ളത്. സോ v² ഈസ് ഈക്വൽ ടു Gm/√3r, or v is equal to √of/Gm/√3r. So the answer is B. Okay, so the answer is B. Clear ആണോ ഗൈസ്? ഒന്നുമില്ല, ആകെ ഇതിവിടെ എന്താ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ യൂസ് ചെയ്തു, ഗ്രാവിറ്റേഷൻ യൂസ് ചെയ്തു, സർക്കുലർ മോഷൻ യൂസ് ചെയ്തു, മോഷൻ ഇൻ 2 ഡയമെൻഷൻ യൂസ് ചെയ്തു. ഗ്രാവിറ്റേഷൻ മൊത്തത്തിൽ യൂസ് ചെയ്തു, സർക്കുലർ മോഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, 2 ഡയമെൻഷൻ വെക്ടറിന് വേണ്ടിയിട്ട് 2 ഡയമെൻഷൻ യൂസ് ചെയ്തു, ബേസിക്കലി ഒന്നുമില്ല. ടോട്ടലി എത്ര ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് നമ്മൾ കണ്ടെത്തി, ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. ആ കണ്ടെത്തിയ റിസൾട്ടൻ്റ് ഫോഴ്സ് √3F ഈസ് ഈക്വൽ ടു √3F, അതാണ് ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് ഇവിടെ ആരാ, അല്ലെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ, ഒരു സർക്കുലർ മോഷനിൽ, ഒരു പ്ലാനറ്റേറിയൻ മോഷനിൽ, ദാറ്റ് ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദി സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ ദിസ് √3F ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി mv²/r. ഇതേപോലത്തെ ക്വസ്റ്റൻസ് നിങ്ങൾ ഇവിടെ കാണും, നിങ്ങൾ ഏതിൽ കാണും,
ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കാണും. അവിടെ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് അട്രാക്റ്റീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരച്ചത് ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരക്കേണ്ടി വരും. രണ്ടും സെയിം ചാർജ് ആണെങ്കിൽ പുറത്തോട്ട് പോകും. അംനവമർ വൺസ് മോർ എന്ന് പറയുന്നുണ്ട്. അംനവമറിന് ഏത് ഭാഗമാണ് മനസ്സിലാവാത്ത? അംനവമർ ഏത് ഭാഗമാണ് മനസ്സിലാവാത്തത്? നിങ്ങൾ നോക്കുക. ഇതാ എന്താ പ്രശ്നം എന്ന് പറയുമോ? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പണ്ട് മുതലേ ഞാൻ തന്നെ വേറെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ശരിയാവുന്നില്ല. എന്താ ചെയ്യുക? പക്ഷേ എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, അതായത് നോക്ക് അതായത് ഇവിടെ എ എന്നുള്ള സ്ഥലത്ത് മാസ് എം ഉണ്ട്, ബിയിൽ മാസ് എം ഉണ്ട്, സിയിൽ മാസ് എം ഉണ്ട്. ഞാൻ എയിലെ മാസ് എമ്മിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എയിലെ മാസ് എമ്മിനെ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? എയിലെ മാസ് എമ്മിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു എഫ് ഉണ്ട്, ഇങ്ങോട്ടൊരു എഫ് ഉണ്ട്. ആ രണ്ട് എഫ് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ ദീസ് ടു ഈക്വൽ വെക്ടേഴ്സ് 2a cos θ/2 എങ്ങനെയാണ്? അതാണോ കൺഫ്യൂഷൻ? ഞാൻ പറഞ്ഞത് അത് ഞാൻ ഡിറൈവ് ചെയ്യണോ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എനിക്ക് ആരും ഉത്തരം പറഞ്ഞു തന്നില്ല. ഇഫ് ടു വെക്ടേഴ്സ് ആർ ഈക്വൽ ദെൻ അതിൻ്റെ ഡിഫറൻസ് ഓഫ് ദോസ് ടു വെക്ടേഴ്സ് ക്യാൻ ബി ഗിവൻ ബൈ. അമ്നവൻ പറഞ്ഞ 2a cos θ/2 ഭാഗമാണ് മനസ്സിലാവാത്തതെങ്കിൽ അത് സിമ്പിളാണ്. അതെങ്ങനെയാണ് പറഞ്ഞില്ല, പെട്ടെന്ന് പറഞ്ഞില്ല. അതായത് നമ്മൾ ഒരു ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ എഴുതുക? √a² + b² + 2ab cos θ എന്നാണ് റിസൾട്ടൻ്റ് എഴുതുക. ശരിയല്ലേ? √a² + b² + r = √a² + b² + 2ab cos θ എന്നാണ് എഴുതുക. നമ്മളിവിടുത്തെ കണ്ടീഷൻ എന്താ? ഇവിടുത്തെ കണ്ടീഷൻ a = b എന്നാണ്. ഇവിടുത്തെ കണ്ടീഷൻ a = b എന്നാണ്. a = b എന്നാണെങ്കിൽ അവിടെ എന്താ വരിക? √a² + a² that is 2a² + 2ab cos θ that is 2a² cos θ. 2a² ഞാൻ പുറത്തോട്ട് എടുത്തു. അപ്പോൾ 2a² × 1 + cos θ. 2a² × 1 + cos θ. 1 + cos θ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താ? 1 + cos θ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താ? ദാറ്റ് ഈസ് 2a² × 1 + cos θ can be written as 1 + cos θ can be written as 2 cos θ/2. 2 cos² θ/2. 1 + cos θ can be written as 2 cos² θ/2. 1 + cos θ ട്രിഗ്നോമെട്രി നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് can be written as 2 cos² θ/2. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ഇനി? 2a² × 2 4a² cos² θ/2ൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 2a cos θ/2. ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. സോ ഇത് പക്ഷേ നിങ്ങൾ ഓരോ തവണയും ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. when two vectors are equal then their resultant is given as 2a cos θ/2. Okay, when two vectors are equal then the resultant is given as 2a cos θ/2. ഇനി if two vectors are equal then their difference is given as, അതായത് നമ്മൾ a + b, ഇതെന്താണ്? ഇത് a + b ആണ്. ഇതേപോലെ if two vectors are equal a - b എന്തായിരിക്കും? അതെന്താരും പറയാത്തത്? അതെന്താരും പറയാത്തത്? അത് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. if two vectors are equal then their difference is given as 2a sin θ/2. യൂട്യൂബിൻ്റെ ലാഗാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. if two vectors are equal then their resultant difference is given as 2a sin θ/2. their sum is given as 2a cos θ/2. ഇത് ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഇത് എന്തായാലും പഠിക്കണം. നമ്മുടെ ഈ സെഷൻ്റെ ബുദ്ധിമുട്ട് എന്താ അറിയോ? നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ടൈമേ ഉള്ളൂ. ടൈം കൊണ്ട് നമ്മൾ 8 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 8 ചാപ്റ്റേഴ്സ് ഇത്ര ചെറിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വിർച്വലി ഇമ്പോസിബിൾ. ഓക്കെ അതാ നൈല നാസർ പറയുന്നുണ്ട് 2a sin θ/2. വെരി ഗുഡ്. ഓക്കെ, 2a sin θ/2. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റൻ ഇസ് ക്ലിയർ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടു, അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഇത് ക്ലിയർ അല്ലേ? ഇതിൽ അതിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് ക്ലിയർ. പെട്ടെന്ന് പറ. ഡിഫറൻസ് അറിയില്ലാത്തവർക്ക് ജസ്റ്റ് പറയാം. ഡിഫറൻസിൽ പറയുമ്പോൾ ആകെ വ്യത്യാസം വരെ എന്താ? ഡിഫറൻസിൽ പറയുമ്പോൾ ഞാൻ വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്തരാം. ഡിഫറൻസ് എന്ന് പറയുമ്പം a² + b² - 2ab cos θ എന്നാവും. അപ്പോൾ ഇത് 2a² - 2a² cos θ എന്നാവും. അപ്പോൾ ഇത് 1 - cos θ എന്നാവും. 1 - cos θ = 2 sin² θ/2 എന്നാവും. അപ്പം ഫൈനൽ ആൻസർ എന്ന് വരും 2a sin θ/2 എന്ന് കിട്ടും. അപ്പോൾ ഡിഫറൻസ് അറിയാത്തൊരു ഡിഫറൻസ് പഠിച്ചു വെച്ചോ. if two vectors are equal then their difference is given as 2a sin θ/2. two vectors are equal then their difference is given as 2a sin θ/2. this will be very very useful for you. നിങ്ങളൊരു സർക്കുലർ മോഷനിൽ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റൊരു പോയിന്റിലോട്ട് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മറ്റൊരു പോയിന്റിലോട്ട് എത്തുമ്പോൾ
ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ √(a²+b² എന്ന് എഴുതിയിരിക്കരുത്. √(a²+b² എന്ന് എഴുതിയിരിക്കരുത്. നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? 2a sin θ/2 എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 2a sin θ/2 എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പറയുന്ന പോലെയാണ് ഞാനിനി ക്ലാസ് എടുക്കുക. അതായത് 9:55 9:55. സോ എന്താ നമുക്ക് ചെയ്യാം? നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്ക് അറ്റ് പ്രസൻറ്റ് നിർത്താം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റനും കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം 1-2 ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 1-2 ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു സെഷൻ വെച്ചിട്ട് മറ്റൊരു സെഷനിൽ കാണാം. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റൻസും കുറച്ചും കൂടി ട്രിക്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്താ വേണ്ടത്? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ഫ്ലോ ചാർട്ട് വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ചാലോ? ഫ്ലോ ചാർട്ട് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വരച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് അത് ഫ്ലോ ചാർട്ട് ഞാൻ എവിടെയോ വരച്ച് തന്നിട്ടുണ്ട്. അത് ഞാൻ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ തുടങ്ങിയിട്ട് റൊട്ടേഷനിൽ നിങ്ങൾക്ക് ആ സാധനം ഞാൻ എവിടെയോ ഇതാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്നും കൂടി വരക്കാം. ട്രിക്സ്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് ഒന്ന് എല്ലാവരും വരച്ചു വെച്ചോ കേട്ടോ. ബട്ട് ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമല്ല. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ട സാധനമാണ്. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പം നിങ്ങളെ മൈൻഡിലോട്ട് വരേണ്ട സാധനമാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല. നമ്മുടെ സിനാരിയോ നമ്മൾ എക്സാം ഹോളിലിരിക്കുകയാണ്. എക്സാം ഹോളിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കി, ആ ക്വസ്റ്റ്യൻ ആൻസർ എനിക്കറിയില്ല. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആൻസർ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനതൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഞാൻ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ട്രിക്കാണ് നമ്മുടെ ഫസ്റ്റത്തെ സാധനം. അപ്പോൾ ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ട്രിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കിയപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കി. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കി. റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നുണ്ട് ആരോ. റൊട്ടേഷൻ മോഷൻ ഞാൻ ഒരു ക്വസ്റ്റൻ നമ്മൾ ചെയ്തു. തുടക്കത്തിൽ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റൻ റൊട്ടേഷൻ മോഷനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളായിരുന്നു അല്ലേ? ആക്സലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. പിന്നെ റൊട്ടേഷൻ മോഷൻ ഞാൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത് ബിക്കോസ് റൊട്ടേഷൻ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെഷൻ ആയിട്ട് തന്നെ ഉണ്ട്. കലാശക്കൂട്ടിനകത്ത് നിങ്ങളുടെ ഫൈനൽ ലാബ് പ്രിപ്പറേഷനിൽ റൊട്ടേഷൻ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇതിലധികം അതും കൂടി ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഞാൻ ഓപ്ഷൻസ് നോക്കി. ഫ്ലോ ചാർട്ട് ഒന്ന് എല്ലാവരും മനസ്സിൽ കയറ്റി വെക്കുക. ഫ്ലോ ചാർട്ട് പഠിക്കാണ്ടുള്ള ഫ്ലോ ചാർട്ടല്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി വരേണ്ടതാണ്. ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമാണ് ഈ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻസിൽ 4 ഓപ്ഷനും നമ്പേഴ്സാണ്. 4 ഓപ്ഷനും നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ എല്ലാത്തിനും ഞാൻ എക്സാമ്പിളും കാണിച്ചു തരാം. ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 4 ഓപ്ഷനും നമ്പേഴ്സാണ്. 4 ഓപ്ഷനും നമ്പേഴ്സ് ആണെങ്കിൽ 4 ഓപ്ഷനും നമ്പേഴ്സാണ്. അപ്പോൾ 4 ഓപ്ഷൻ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ദർ ഇസ് നത്തിങ് മച്ച് ദാറ്റ് വി ക്യാൻ ഡു. ഇവിടെ നമ്മൾ ഫ്ലോ ചാർട്ട് ഇതാ 4 ഓപ്ഷൻ നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് യെസ്, നമ്പേഴ്സ് നോ. ഓക്കെ, നമ്പേഴ്സ് യെസ് ആവാം, നമ്പേഴ്സ് നോ ആവാം. അപ്പോൾ 4 ഓപ്ഷൻസ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യണം? കൺവെൻഷണൽ വേ ചെയ്യണം. അതായത് നമ്മൾ നോർമലി ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കൺവെൻഷനലി ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 4 ഓപ്ഷൻ നമ്പേഴ്സ് അല്ല, 4 വേണ്ട, അതിൽ 2-3 നമ്പേഴ്സ് അല്ല. ഫോർ എക്സാമ്പിൾ ഇതാ നമ്മുടെ ഈ ഓപ്ഷനിൽ 1 നമ്പേഴ്സ് അല്ല, ഈ ക്വസ്റ്റനിലും 1 നമ്പേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചില്ലേ എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്ന് മനസ്സിലാവുക? ഈ ക്വസ്റ്റൻ നോക്ക്, 1 നമ്പേഴ്സ് അല്ല, എല്ലാം വേരിയബിൾസ് ആണ്. അപ്പോൾ 4 ഓപ്ഷൻ നമ്പേഴ്സ് അല്ല. 4 ഓപ്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റൻ പോലെ, ഈ ക്വസ്റ്റ്യൻ പോലെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പോലെ, ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റൻസും പോലെ. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് അല്ലാത്ത ഓപ്ഷനിൽ ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, നമ്പേഴ്സ് അല്ലാത്ത ഓപ്ഷനുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ആര് വരുന്നത്? ട്രിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രിക്സ് യൂസ് ചെയ്യാം. സോ 4 ഓപ്ഷൻ നമ്പേഴ്സ് അല്ല. അപ്പോൾ ബ്രോഡ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 to 8 ട്രിക്സ് ഉണ്ട് മെക്കാനിക്സിൽ മൊത്തമായിട്ട്. പക്ഷേ അതിൽ ഇറ്റ്സ് നോട്ട് ആസ് യൂസ്ഫുൾ ആസ് ഡയമെൻഷൻ ആൻഡ് ദിസ് സ്പെഷ്യൽ ടു ജനറൽ, അല്ലെങ്കിൽ ജനറൽ ടു സ്പെഷ്യൽ. എനിക്ക് നല്ലൊരു പേര് പറഞ്ഞാടാ. ഓക്കെ, അപ്പം
ഇതുണ്ട്. അപ്പോൾ ഞാനിതിന് ബ്രോഡായിട്ട് ഞാൻ പറഞ്ഞില്ലേ 6 to 8 ട്രിക്സ് ഉണ്ട്. അത് പല രീതിയിൽ പല സ്പെഷ്യൽ കേസസിൽ ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ എല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല. തൽക്കാലം നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയമെൻഷൻ, രണ്ട് സ്പെഷ്യൽ ടു, രണ്ട് ജനറൽ ടു സ്പെഷ്യൽ കേസ്. ഒന്ന് ഡയമെൻഷൻ, രണ്ട് ജനറൽ ടു സ്പെഷ്യൽ കേസ്. അപ്പം നമ്പേഴ്സ് അല്ലെങ്കിൽ ജനറൽ ടു സ്പെഷ്യൽ കേസ്, ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഡയമെൻഷനിലാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ അത് ഉപയോഗിക്കാം. ഡയമെൻഷനിലാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് ആ ക്വസ്റ്റനിൽ മനസ്സിലാവും എന്ത് ഡയമെൻഷൻ ഈ ക്വസ്റ്റനിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഡയമെൻഷൻ ഈ ക്വസ്റ്റനിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവും. ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ഓപ്ഷൻസ് വിൽ ബി ചേഞ്ചിങ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പവേഴ്സ് ഓഫ് ഓപ്ഷൻസ് വിൽ ബി ചേഞ്ചിങ്. അഗൈൻ സെയിം ഇതന്നെ കേട്ടോ. മൂന്നാമത്തത് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് dimensions are added. Quantities of different dimensions are added. ഇത് മൂന്നുമാണ് ആ കേസ്. ഓക്കെ. ഇനി അപ്പം ഒന്ന് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദി ഓപ്ഷൻസ് ആർ ചേഞ്ചിങ്, രണ്ട് പവേഴ്സ് ആർ ചേഞ്ചിങ്, മൂന്ന് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആർ ആഡഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്യാൻ പാടുണ്ടോ? ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്യാൻ പാടില്ല. ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്താൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം അത് തെറ്റാണ്. ഓക്കെ, ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമോജീനിറ്റി പ്രകാരം അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ളൊരു ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ഏതെങ്കിലും ഓപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം. അപ്പോൾ 3 സാധനം. ഇതിന് ഞാൻ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഡയമെൻഷൻ്റെ ഞാൻ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചത് നമ്മുടെ മുന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത അധികം ആൾക്കാരായിരിക്കും. എന്നാലും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് നോക്ക്. ഇതിനകത്ത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി എന്ന് നോക്കിയാൽ ഈ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എം, അതായത് m - m മാത്രമേ ഉള്ളൂ. ഇവിടെ m × m + m ഉണ്ട്. അതായത് 2 മാസം ഉണ്ട്. ഒരു മാസത്തിന് ഡിഫറൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം m - m-നും m × m + m-നും ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? m - m-നും m × m + m-നും ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആയിരിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അതും തെറ്റാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒന്നിൽ ഫോഴ്സിനെ ഒറ്റവട്ടം മാസമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സിനെ മാസമായിട്ട് 2 തവണ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എക്കും ഓപ്ഷൻ ബിക്കും വേറെ ഡയമെൻഷനാണ്. ഓപ്ഷൻ എക്കും ഓപ്ഷൻ ബിക്കും വേറെ ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ഡയമെൻഷനെ കറക്റ്റ് ഉണ്ടാവുള്ളൂ. സോ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇപ്പം എൻ്റെ കാണിക്കാൻ ഡയമെൻഷൻ്റെ എക്സാമ്പിൾ ഇത് മാത്രമേ ഉള്ളൂ. പവേഴ്സ് ചേഞ്ച് ചെയ്യുന്ന എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ തൽക്കാലം ഇല്ല. ക്വാണ്ടിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആഡഡും എൻ്റെ തൽക്കാലം എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുഴപ്പമില്ല. അതാണ് ഒരു ഭാഗം. 2, ജനറൽ ടു സ്പെഷ്യൽ കേസ്. ഈ ജനറൽ ടു സ്പെഷ്യൽ കേസ് വീണ്ടും 2 രീതിയിൽ വരാം. ഒന്ന് അത് ആംഗിൾസ് ആകാം. ആംഗിൾസിൻ്റെ ക്വസ്റ്റൻ ആകാം. അതായത് 45 ഡിഗ്രി, 90 ഡിഗ്രി, 0 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് കുറേ പുള്ളീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ട്, പുള്ളീസ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ബോഡിയുടെ മോഷൻ കാണിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾസ് പറയാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ബോഡി എടുത്ത് വെച്ചിട്ട് ഓപ്ഷൻസ് പറയാം. സോ ഒന്ന് ആംഗിൾസ്. ഈ ആംഗിൾസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾസ് വരുമ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആംഗിൾസ് 0, ഐദർ 0. എന്തുകൊണ്ടാണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് അർത്ഥം എന്താ? സൈൻ 0 എത്രയാണ്? സൈൻ 0. അപ്പം 0 ഡിനോമിനേറ്ററിൽ സൈൻ വരുന്ന എവിടെയെങ്കിലും നമ്മൾ സൈൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഡിനോമിനേറ്ററിൽ സൈൻ എന്ന് വരുന്ന എവിടെയെങ്കിലും നമ്മൾ സൈൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രയാവും? ഇൻഫിനിറ്റി ആവും. ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ സുഖമായി. ഇൻഫിനിറ്റി ഞാൻ പറഞ്ഞില്ല, ഇൻഫിനിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ മെക്കാനിക്സ്, ഇൻഫിനിറ്റി ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി ഫിസിക്കൽ വേൾഡ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ അതിൻ്റെ റിയൽ ലൈഫിൽ എന്ത് ചേഞ്ച് വരുന്നതെന്നും കൂടി ആലോചിക്കുക. സിമിലർലി cos 90 എത്രയാ? cos 90 is again 0. അപ്പോൾ ഈ സൈൻ ആൻഡ് cos 90, 45നെ കുറിച്ച് പറയുകയാണെങ്കിൽ tan 45 എത്രയാ? 1. അപ്പോൾ 0, 45 and 90 ആയിരിക്കും നമ്മൾ അധികം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0, 45 and 90 ആയിരിക്കും നമ്മൾ അധികം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആംഗിൾസിന് എക്സാമ്പിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക.
ഈ ക്വസ്റ്റൻ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യണം. ഈ ക്വസ്റ്റൻ ആൻസർ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എ ബ്ലോക്ക് ഓഫ് മാസ് m is resting on a wedge of angle theta as shown in the figure. With what minimum acceleration a should the wedge move so that the mass m falls freely? So ഇത് നമ്മുടെ ട്രിക്സിൽ ഇത് നമ്മുടെ ട്രിക്സിൽ നോക്കുക. ഈ ട്രിക്സ് ഒരു ക്വസ്റ്റൻ ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇത്രയും വരച്ചില്ല ഫ്ലോ ചാർട്ട്, ആ ഫ്ലോ ചാർട്ട് നോക്കുക. അപ്പോൾ ട്രിക്സ് ഞാൻ നോക്കിട്ടോ, ട്രിക്സ് ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻസ് നമ്പേഴ്സ് ആണോ, ഓപ്ഷൻസ് നമ്പേഴ്സ് അല്ല, ഓപ്ഷൻസ് 4 ഓപ്ഷൻ നോക്കി, 4 ഓപ്ഷൻ നമ്പർ അല്ല, അപ്പോൾ എനിക്ക് ട്രിക്ക് ഉപയോഗിക്കാം. ഈ ഭാഗം പോയി. ഇനി ഞാൻ ഡയമെൻഷനാണോ ഉപയോഗിക്കാൻ പോകുന്നത്, ജനറൽ ടു സ്പെഷ്യൽ ആണോ ഉപയോഗിക്കാൻ പോകുന്നത്? ഡയമെൻഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ഡയമെൻഷനിൽ ഒറ്റ ക്വാണ്ടിറ്റി ഉള്ളൂ 4 ഓപ്ഷനിലും. അത് ഏതാണ്? അത് ജി ആണ്. സോ 4 ഓപ്ഷന് ഡയമെൻഷൻ എന്താണ്? ജി തന്നെയാണ്. 4 ഓപ്ഷന് ഡയമെൻഷൻ എന്താണ്? ജി തന്നെയാണ്. സോ 4 ഓപ്ഷന് ഡയമെൻഷൻ ജി ആണെങ്കിൽ ഇനി എനിക്ക് ഡയമെൻഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്ത് ഉപയോഗിക്കാം? എനിക്ക് സ്പെഷ്യൽ ടു ജനറൽ, ജനറൽ ടു സ്പെഷ്യൽ തിയറി ഉപയോഗിക്കാം. ജനറൽ ടു സ്പെഷ്യൽ തിയറി ഉപയോഗിക്കാം. അവിടെ തന്നെ എന്ത് ഉപയോഗിക്കാം? ആംഗിൾസ് ഉപയോഗിക്കാം. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരച്ച് വരികയാണെങ്കിൽ ഇതിങ്ങനെ വരും. നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ച് വരികയാണെങ്കിൽ ട്രിക്സിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഓക്കെ, ഇതാണ് നമ്മൾ ട്രിക്കിൻ്റെ ഭാഗം. ഇനി ഈ ക്വസ്റ്റൻ നോക്കി നോക്കിയാൽ, ഈ ക്വസ്റ്റനിൽ അവർ പറയുന്നത് എന്താ? വാട്ട് മിനിമം ആക്സലറേഷൻ ഷുഡ് ദി വെഡ്ജ് മൂവ് സോ ദാറ്റ് ദി മാസ് m falls freely? ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റനിൽ അസ്യൂം ചെയ്യാണ് തീറ്റ ഈസ് ഈക്വൽ, ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ, തീറ്റ ഈസ് ഈക്വൽ 90 എന്ന് ഞാൻ അസ്യൂം ചെയ്തു. തീറ്റ ഈസ് ഈക്വൽ 90 എന്ന് അസ്യൂം ചെയ്തു. തീറ്റ ഈസ് ഈക്വൽ 90 എന്ന് അസ്യൂം ചെയ്താൽ ഇതുവരെ ഇത് ഇങ്ങനെ നിൽക്കുന്നൊരു പ്ലാങ്ക് ആയിരുന്നു. ഇതുവരെ ഇങ്ങനെ നിൽക്കുന്ന പ്ലാങ്ക് ആയിരുന്നു. തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തത് എങ്ങനെയായി? ഇതിങ്ങനെയായി, ശരിയല്ലേ? ഇത് വെർട്ടിക്കലി ഇങ്ങനെയായി. ഓക്കെ, ഇത് വെർട്ടിക്കലി ആയി. വെർട്ടിക്കലി നിൽക്കുന്നൊരു ഒബ്ജക്റ്റ്, സപ്പോസ് ദിസ് വാസ് ദാറ്റ് ഒബ്ജക്റ്റ്, ആദ്യം ഇതിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മുടെ കണ്ടീഷൻ എന്താ? ഈ ഒബ്ജക്റ്റ് ഫ്രീലി ഫോളോ ചെയ്യണം. അപ്പം തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്തായാലും ഫ്രീലി ഫോളോ ചെയ്യും. പിന്നെ ഞാൻ ആക്സലറേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണ്. സോ അത് എന്തായാലും ഫോളോ ചെയ്യും, അത് എന്തായാലും ഫോളോ ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, വാട്ട് മിനിമം ആക്സലറേഷൻ അവർ ചോദിച്ചത്? സോ ഐ ഷുഡ് ഗെറ്റ് എ ഈസ് ഈക്വൽ ടു 0. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഒറ്റ മിനിറ്റ് ഒന്ന് ബാറ്ററി മാറ്റിട്ട് ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് വൈൻഡപ്പ് കിട്ടും. അന്നത്തെ കാര്യം ഓക്കെ. സോ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡിലായിരുന്നു. ഇഫ് തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി, ഈ ഒബ്ജക്റ്റ് വെർട്ടിക്കലായി, അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെ വരും? താഴോട്ട് എന്തായാലും വീഴും. ഒബ്ജക്റ്റ് താഴോട്ട് എന്തായാലും വീഴും. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി എനിക്ക് എന്ത് കിട്ടണം? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. തീറ്റ ഈസ് ഈക്വൽ 90 ഡിഗ്രി ആണെങ്കിൽ എനിക്ക് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ഓക്കെ, സോ ഞാൻ നോക്കുകയാണ്. ഓപ്ഷൻ എ തീറ്റ ഇല്ല, നോക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് വെട്ടിയിട്ടു, തീറ്റ ഇല്ലാത്തതുകൊണ്ട്. ഓപ്ഷൻ ബിയിൽ ജി ഈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ 90, അപ്പോൾ കോസ് 90 ഈസ് ഈക്വൽ ടു 0, അപ്പോൾ ഇത് 0 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ക്യാൻ ബി കറക്റ്റ്. അവിടെ നോക്കട്ടെ. ഓപ്ഷൻ സി ജി കോട്ട് 90 എത്ര? tan 90 എത്ര? tan 90 ഇൻഫിനിറ്റി. അപ്പോൾ ജി ബൈ ഇൻഫിനിറ്റി 0. സോ ഇതും 0 ആണ്. സോ സി ക്യാൻ ഓൾസോ ബി കറക്റ്റ്. ഓപ്ഷൻ ഡി എത്രയാ? ജി tan 90 പറഞ്ഞാൽ ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ ഇത് ഇൻഫിനിറ്റി എന്നാണ് വരിക. സോ എ അല്ല ഡി അല്ല നമുക്ക് മനസ്സിലായി. ബി ആണോ സി ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബി ആണോ സി ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു കേസും കൂടി അപ്ലൈ ചെയ്തു. ഒരു കേസും കൂടി ഞാൻ അപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താ? ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ അസ്യൂം ചെയ്തു. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്താൽ വീണ്ടും ഒന്ന് നോക്കി, ഒന്ന് ജസ്റ്റും കൂടി ഒന്ന് ശ്രദ്ധിച്ചേടാ. ജസ്റ്റ് ഒന്ന് എനിക്കറിയാം നിങ്ങൾ സാച്ചുറേറ്റഡ് ആയിരിക്കും. 2 മണിക്കൂറിൻ്റെ ക്ലാസ്സായി, ഞാൻ ഒരുപാട് കാര്യങ്ങളായി പറയുന്നു. എനിക്കറിയാം നിങ്ങൾ സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്നാലും ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ഇങ്ങനെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ എങ്ങനെയായി? ഇതാ, എനിക്ക് താഴെ വെച്ചാൽ കാണൂല, അതുകൊണ്ടാണ് എങ്ങനെ വെക്കുന്നത്. ഇപ്പം ദാറ്റ് ഇൻക്ലിനേഷൻ ബിക്കം ലൈക്ക് ദിസ്. ഇപ്പം ആ ഇൻക്ലിനേഷൻ ഇങ്ങനെയായി. ഓക്കെ, ആ ഇൻക്ലിനേഷൻ ഇങ്ങനെയായി. ഇനി ഈ ഒബ്ജക്റ്റിന് ഫ്രീലി ഫോളോ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ഈ ഒബ്ജക്റ്റ് ഫ്രീലി ഫോളോ ചെയ്യൂല, ശരിയല്ലേ? ഇനി ഈ ഒബ്ജക്റ്റ് ഫ്രീലി ഫോളോ ചെയ്യൂല. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് ഫ്രീലി ഫോളോ ചെയ്യൂല. കാരണം എന്താ?
ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിലായി. ഇനി അപ്പോൾ എത്ര ആക്സലറേഷൻ കൊടുത്താലേ ഇത് ഫ്രീലി ഫോൾ ചെയ്യുള്ളൂ? ഇൻഫിനിറ്റ് ആക്സലറേഷൻ കൊടുത്താൽ മാത്രമേ ഇത് ഫ്രീലി ഫോൾ ചെയ്യുള്ളൂ. സോ ഇനി ഇത് ഫ്രീലി ഫോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റ് ആക്സലറേഷൻ കൊടുക്കണം. സോ തീറ്റ ഈസ് ഈക്വൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്സലറേഷൻ എത്ര കിട്ടണം? ഇൻഫിനിറ്റി എന്ന് കിട്ടണം. ആക്സലറേഷൻ എത്ര കിട്ടണം? ഇൻഫിനിറ്റി എന്ന് കിട്ടണം. ഞാൻ ആ ഫ്ലോ ചാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാട്ടോ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എ ഈസ് ഈക്വൽ 0 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്സലറേഷൻ എത്ര കിട്ടണം? ഇൻഫിനിറ്റി എന്ന് കിട്ടണം. എ ഈസ് ഈക്വൽ 0 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്സലറേഷൻ എത്ര കിട്ടണം? ഇൻഫിനിറ്റി എന്ന് കിട്ടണം. ഓക്കെ, സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും അല്ലേ ബാക്കിയുള്ളൂ. ഓപ്ഷൻ ബിയിൽ ഞാൻ 0 എന്ന് കൊടുത്തു നോക്കിയാൽ, ഓപ്ഷൻ ബിയിൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ cos 0 ഈസ് ഈക്വൽ ടു 1. സോ ഇത് എനിക്ക് ജി എന്ന് കിട്ടും. അതല്ല ആൻസർ. ബി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ സിയിൽ എ തീറ്റ ഈസ് ഈക്വൽ 0 എന്ന് കൊടുത്തു നോക്കിയാൽ, ഓപ്ഷൻ സിയിൽ തീറ്റ ഈസ് ഈക്വൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ cot 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? cot 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? tan 0 എത്രയാണ്? 0. അപ്പോൾ ജി cot 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ബൈ tan 0. ജി ബൈ tan 0 ഈസ് 0. സോ ഇൻഫിനിറ്റി എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ ഗൈസ്? ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. വിത്ത് വാട്ട് മിനിമം ആക്സലറേഷൻ ഷുഡ് ദ വെഡ്ജ് മൂവ് സോ ദാറ്റ് ദി മാസ് റിമെയിൻസ് സ്റ്റേഷനറി എന്നൊരു ചോദ്യം ഉണ്ടാവും. അതാണ് കോമൺ ആയിട്ട് ചോദിക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. വിത്ത് വാട്ട് മിനിമം ആക്സലറേഷൻ ഷുഡ് ദ വെഡ്ജ് മൂവ് സോ ദാറ്റ് ദി മാസ് റിമെയിൻസ് സ്റ്റേഷനറി എന്നൊരു ചോദ്യം ഉണ്ടാവും. അതിൻ്റെ ആൻസർ ജി ടാൻ തീറ്റ ആയിരിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ജി ടാൻ തീറ്റയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്ത്, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഡയറക്റ്റ് കയറിയിട്ട് എന്ത് ചെയ്യരുത്? ജി ടാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്യരുത്. അതും നമുക്ക് ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മളെ ഫ്ലോ ചാർട്ട് ഇവിടെ, നമ്മൾ ഫ്ലോ ചാർട്ടിൽ അപ്പോൾ ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആംഗിൾ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ മീനിങ് കിട്ടി. എന്ത്? ഇൻഫിനിറ്റി എന്ന് കിട്ടണം. അതേപോലെ ആംഗിൾ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് മറ്റൊരു ഇത് കിട്ടി. അപ്പോൾ ഇതാണ് ആ കാര്യം, 0 and 90. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇത് ആംഗിൾസ് വരുമ്പം ഇതെന്താവാം? അത് ആംഗിൾസ് അല്ലാത്ത വേറെ വേരിയബിൾസ് ആവാം. ദാറ്റ് മീൻസ് ക്യാൻ ബി ഓൾജിബ്രൈക് വേരിയബിൾസ്. എക്സ്, വൈ, എം, എഫ് അങ്ങനത്തെ കുറേ സാധനങ്ങളാവാം. എഫ്, വൈ, എം, എഫ് അങ്ങനത്തെ കുറേ സാധനങ്ങളാവാം. ഓക്കെ, ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ചോദിക്കായിരുന്നു. എന്ത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ദാറ്റ് മാസ് എം ഫോൾസ് ഫ്രീലി എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് ചോദിക്കുന്നു? മാസ് എം റിമെയിൻ സ്റ്റേഷനറി എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്. ഇത് എങ്ങനെ ശരിക്കും ചെയ്യാം? അത് ശരിക്കും ചെയ്യുക സ്യൂഡോ ഫോഴ്സ് വെച്ചിട്ടാണ്. എല്ലാത്തിനും കൂടി എനിക്ക് പറഞ്ഞുതരാൻ സമയമില്ല. ഇത് ശരിക്കും ഒരു നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ അത് സ്യൂഡോ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതും വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം നമുക്ക് സമയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസ്, ഓൾജിബ്രൈക് വേരിയബിൾസ് ആവാം. അപ്പോൾ ഓൾജിബ്രൈക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സാമ്പിൾ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് അവിടെ എക്സാമ്പിൾ ചെയ്ത് വെച്ചോ. എക്സാമ്പിൾ ദാറ്റ് ക്യാൻ ബി എം, എഫ്, എക്സ് അങ്ങനെ എന്തോ ആവാം. എം, എഫ്, എക്സ്, മാസ്, ഫോഴ്സ്, എക്സ് അങ്ങനെ എന്തോ ആവാം. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുക രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യും, ഇക്വേറ്റ് ദി വേരിയബിൾസ്, അല്ലെങ്കിൽ ഗിവ് എനി വേരിയബിൾ ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രിക്സ്. ഒന്നുകിൽ നമ്മൾ ഇക്വേറ്റ് ദി വേരിയബിൾ, ഒന്നുകിൽ നമുക്ക് ഇക്വേറ്റ് ദി വേരിയബിൾസ് ചെയ്യാം, അല്ലെങ്കിൽ ഗിവ് എനി വേരിയബിൾ ഈക്വൽ ടു 0. അപ്പോൾ ഞാനിതാ ഒരു ഇതും കൂടി കാണിച്ചു തരാം. ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. ഇതാ നോക്ക്, ഇതുണ്ടോ? ഇതാ ഈ ക്വസ്റ്റനിൽ നമ്മൾ ട്രിക്ക്. ഇപ്പോൾ ഈ ക്വസ്റ്റൻ നമുക്കിത് എക്സാമിന് വന്നു വിചാരിച്ചോ കേട്ടോ. ഈ ക്വസ്റ്റൻ ഞാൻ എക്സാമിന് വരുമ്പോൾ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റൻ വേണ്ട, നിങ്ങളോട് നല്ലൊരു ക്വസ്റ്റൻ എടുത്താലോ. ഈ ക്വസ്റ്റൻ നമുക്ക് എക്സാമിന് വന്നു കേട്ടോ. ഈ ക്വസ്റ്റൻ എക്സാം വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിയപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്, സാധാരണ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ നോക്കാൻ ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് നോക്കി നമ്പേഴ്സ് ആണോ എന്നുള്ളത്. നമ്പേഴ്സ് അല്ല. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ട്രിക്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കുകയാണ്? ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ഇതിൽ ഡയമെൻഷൻ ആണോ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഏതാണോ കൂടുതൽ നല്ലത്, ജനറൽ ടു സ്പെഷ്യൽ ആണോ കൂടുതൽ നല്ലത് നോക്കി. അപ്പോൾ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ എം ജി ആണ്. അതായത് എല്ലാത്തിനും ഡയമെൻഷൻ ഫോഴ്സിൻ്റെയാണ്, 4ൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ അധികമൊന്നും ചെയ്യാനില്ല. സോ ഡയമെൻഷൻ വിട്ടു, ഡയമെൻഷൻ ഹാഫേ ഞാൻ വിട്ടു. ഇനി ജനറൽ ടു സ്പെഷ്യലാണ്. ജനറൽ ടു സ്പെഷ്യൽ ആംഗിൾ ആണ് ഇവിടെ ഉള്ളത്. ആംഗിളിൻ്റെ ഭാഗമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഏതിൻ്റെ ഭാഗമുള്ളത്? ഓൾജിബ്രൈക് വേരിയബിൾസ് ആണുള്ളത്. കണ്ടോ, എം, ക്യാപിറ്റൽ എം, സ്മോൾ എം അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾജിബ്രൈക് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐദർ
ആൾജിബ്രായിക് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ ഐദർ നമുക്ക് ഇക്വേറ്റ് ദി വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഇവിടെ കൊടുത്ത പോലെ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുക്കാം, അതാണ് ഇക്വേറ്റ് ദി വേരിയബിൾസ്. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തത് ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്തത് എം ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരുന്നു, ശരിയല്ലേ? എം ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ട്രിക്സിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലായി നിങ്ങൾക്ക്, ആ സ്ട്രക്ചർ മനസ്സിലായി. ഈ ഫ്ലോ ചാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? അതാ ഫ്ലോ ചാർട്ട് മൊത്തത്തിൽ ഇപ്പോൾ എങ്ങനെ സൂം ചെയ്ത് വെക്കുക ഇവിടെ. ഈ ഫ്ലോ ചാർട്ട് എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഈ ഫ്ലോ ചാർട്ട് എല്ലാവരും ക്ലിയർ ആണ്? ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്, നിർത്തി. എല്ലാവരും ക്ലിയർ അല്ല? ഈ ഫ്ലോ ചാർട്ട് ഇതാണ് ട്രിക്സ്. ഇനി വേറൊരു കാര്യം കൂടി, ഈ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-ൽ ഒരു ചോദ്യം ചെയ്യാനുള്ളതല്ല. ഈ ട്രിക്സ് എന്ന് പറഞ്ഞാൽ 45-ൽ അറൗണ്ട് 10 ചോദ്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഈ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45-ൽ അറൗണ്ട് 10 to 15 ചോദ്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അത് ഫിസിക്സ് മാത്രമല്ല, അത് കെമിസ്ട്രിയിൽ വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അത് എന്താ പറയുക, എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു സെഷനും കൂടി നോക്കിയിട്ട് നമുക്ക് എന്താ അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മെക്കാനിക്സിൽ തന്നെ. നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് പറയുന്നുണ്ട് പലരും. അപ്പോൾ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ഒന്ന് പറയാം, നിങ്ങളുടെ ഡോപ്പ ടീമിനോട് ഒന്നും കൂടി പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഇതിൻ്റെ മെക്കാനിക്സിനെ ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മെക്കാനിക്സിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കാണിച്ചു. നല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെപ്ച്വലി നല്ല ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയാത്ത ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കോൺസെപ്ച്വലി കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കാണിച്ചു. പിന്നെ ഞാൻ കുറച്ച് ട്രിക്സും കാണിച്ചു തന്നു. അതിൽ റാപ്പിഡ് ഫയർ സെഷൻ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, ഒരു ക്ലാസ് എടുക്കുക. ഞാൻ അതിൻ്റെ മൊത്തം ഇതുവരെ ക്ലാസ് എടുത്തതിൽ ഞാൻ ഒരു റാപ്പിഡ് ഫയർ സെഷൻ, ഞാൻ ട്രിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മൊത്തം സെഷൻ ഞാൻ ഒരുമിച്ച് വെക്കുന്നത്. കാരണം യു ആർ അബൌട്ട് ടു റൈറ്റ് ദ നീറ്റ് എക്സാം. സോ നിങ്ങൾ ഇപ്പം അത് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 4ാമത്തത് DB എന്ന് പറഞ്ഞത് ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വാസ് ഇൻറ്റൻഡിങ് അബൌട്ട് ദാറ്റ് റാപ്പിഡ് ഫയർ സെഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇനി സെഷൻസ് നമുക്ക് മെക്കാനിക്സിൽ തന്നെ കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ട്രിക്സിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ട്രിക്സും ഇനിയും കുറച്ചും കൂടി രീതിയിൽ, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് കാണുമ്പം കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ സ്ട്രൈക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡയറക്റ്റ് എനിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അധികം ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് നോക്കുക. ഞാൻ വെറുതെ കൺവെൻഷണൽ വേ ചെയ്യില്ല. അപ്പം ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് വെറുതെ എന്തിനാ സമയം കളയുന്നത്, നമുക്ക് ആ സമയം വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉപയോഗിച്ചൂടെ. സോ ഈ ഫ്ലോ ചാർട്ട് തൽക്കാലം എല്ലാവരും വരച്ച് വെക്കുക. ഈ ഫ്ലോ ചാർട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഫ്ലോ ചാർട്ട് ശരിക്കും ഇനിയും വീണ്ടും ഉണ്ട് 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് യൂസ്ഫുൾ ആസ് ദീസ് ടു. സോ തൽക്കാലത്തേക്ക് ഈ 2 ഫ്ലോ ചാർട്ട് വരച്ച് വെക്കാം. നമുക്ക് മെക്കാനിക്സിലോ നമുക്ക് എന്താ പറയുക, ഇനി സെഷൻ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് മിസ്സായി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞ ഫുൾ കോൺസെപ്ച്വലി ക്ലാസ് മൊത്തം മനസ്സിലായില്ലേ? കോൺസെപ്റ്റ്സ് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് പുതിയ ഇക്വേഷൻ പഠിപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നേ അല്ല, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു 100, 1000 പുതിയ ഇക്വേഷൻസ് പഠിപ്പിച്ചു തരാം. പക്ഷെ അത് ചോദിക്കൂല. അതായത് ഞാൻ ഇപ്പോൾ 100 ഇക്വേഷൻ പഠിപ്പിച്ചെന്നാലും 101ാമത്തെ കാര്യം ചോദിക്കുന്ന കാര്യമില്ലല്ലോ. അതിനേക്കാൾ നല്ലത് എന്താ, നമ്മൾ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത എന്തിലോട്ട് പോകാം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സബ്സിക്വൻറ്റ് വീണ്ടും ഒരു സെഷനിൽ കാണാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഇവരോട് ടെക്നിക്കൽ ടീമിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സസ് പ്ലാൻ ചെയ്യാം. കോൺസെപ്റ്റിലാണ് കാര്യം, അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കോൺസെപ്റ്റാണ് കാര്യം, കോൺസെപ്റ്റിൽ മാത്രമാണ് കാര്യം. അത് നിങ്ങൾ ഇനി ഫിസിക്സ് മാത്രമാക്കേണ്ട, ബയോളജി, ഫിസിക്സ്, ഞങ്ങൾ MBBSന് വരുന്ന ഇവിടെ പഠിക്കുകയാണെങ്കിലും എന്താണെങ്കിലും കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം 2-3 മാസം കൊണ്ട് മാർക്കും. ബയോളജി കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റിൽ എന്ന് പലരും ചോദിക്കും. നമുക്കിപ്പം മാക്സിമം ഇതിൽ പഠിക്കാനുള്ളത് ബയോളജിയാണ്, ശരിയല്ലേ? അപ്പോൾ ബയോളജി കോൺസെപ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ മറക്കൂല. ഓക്കെ, ബയോളജി നമ്മൾ കോൺസെപ്റ്റുവലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കൂല. ഓക്കെ, സോ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്ച്വലി പഠിക്കുക കേട്ടോ. ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ കോൺസെപ്ച്വലി പഠിക്കുക. മെക്കാനിക്സ് എത്ര ക്വസ്റ്റനാണ് വരിക? മെക്കാനിക്സ് എന്തായാലും യു ക്യാൻ എക്സ്പെക്ട് മോർ ദാൻ 10 ക്വസ്റ്റൻസ്. ഓക്കെ, മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ DC പാണ്ഡെ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടറിയോ? DC പാണ്ഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ +1, +2 മൊത്തം ഫിസിക്സ് സെഷനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? അവർ 4 സെക്ഷനായിട്ട് ക്ലാസിഫൈ ചെയ്യുക. അതായത് മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് മോഡേൺ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ DC പാണ്ഡേൻ്റെ 2 വോളിയം മെക്കാനിക്സ് മാത്രമാണ്. ദാറ്റ് മീൻസ് വെയിറ്റേജ് ഓഫ് മെക്കാനിക്സ് ഇസ് ദാറ്റ് മച്ച്. ഓക്കെ, DC പാണ്ഡെ എഞ്ചിനീയറിംഗിലാണ്, മെഡിക്കൽ എൻട്രൻസിനും അതേപോലെ തന്നെയാണ്. മെക്കാനിക്സ് എന്നാണ് കൂടുതൽ ക്വസ്റ്റൻ ചോദിക്കുക. സോ മെക്കാനിക്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ തിങ്ക്
we can wind up. I hope it was useful. Okay, so we can meet later. ഇനിയും നമുക്ക് ഒരു മാസം സമയമുണ്ട് അല്ലേ, ഇനിയും നമുക്ക് എക്സാമിന് എന്തുണ്ട്, ഒരു മാസം സമയമുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പം എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാം, കൂടുതൽ ട്രിക്സ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാൻ ശരിക്കും ട്രിക്സ് ഫോക്കസ്ഡ് ആയിരുന്നില്ല ആക്ച്വലി. ഞാൻ പിന്നെ അതൊരു ക്വസ്റ്റൻ റാപ്പിഡ് ഫയർ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പറയാമെന്ന് വിചാരിച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം ഞാൻ വിചാരിച്ചത് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവുന്നതാണ്. കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഓക്കെ, ക്ലിയർ, ബൈ. എനിക്ക് ലാസ്റ്റായിട്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ, കോൺസെപ്റ്റ്സ് പഠിക്കുക, കോൺസെപ്റ്റ്സ് മാത്രം പഠിക്കുക. കോൺസെപ്റ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ചൊരു കോൺസെപ്റ്റ് 6 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും അതിന് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, സോ ബൈ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. 2 മണിക്കൂർ 20 മിനിറ്റ് ആയി, കുറച്ച് ലേറ്റ് ആകാൻ പറഞ്ഞില്ല, 8-9 ചാപ്റ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സോ ബൈ ഗൈസ്, നമുക്ക് മറ്റൊരു സെഷനിൽ കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഓക്കെ, സോ